Good evening, everyone. Welcome to Shalom Christian Assembly's 40 days of fasting prayer. Today we are on the 16th day of the 40 days of fasting prayer. I welcome you all in the name of the Lord and Savior Jesus Christ. It's good to have you everyone on board. And at this moment of time, I'd like to welcome everyone who has joined us from various parts of the world. Let us start this service evening with an opening prayer. Let us pray for the service. Let us pray for the servant who is speaking to us. At this moment, I call upon Pastor MC Samuel from India to lead us in the opening prayer. Amen. Stotram, 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 stotram. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ ഇതിനെ വാഴ്ത്തും, ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ശാലോം കൃഷ്ണ അസംബ്ലിയുടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ രാത്രി നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒന്നിച്ച് ഇങ്ങനെ ഒരു അവസരം ദൈവം ദാനം ചെയ്തതോർത്ത് നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 15 രാത്രങ്ങൾ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങളെ തന്നെ ഒന്ന് കണ്ടുടരുവാൻ നിന്നെ അഭിഷക്തന്മാരെ കലകളിൽ ഉപയോഗിച്ചതോർത്ത നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിലും വാഗ്ദത്ത പ്രകാരം നീ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന ആത്മാക്കളുടെ വിടുതലായി മാറുവാൻ സഭയിൽ ആത്മാക്കൾ കൂട്ടത്തോടെ കടന്നു വരുവാൻ വിശ്വാസ പുതുക്കം രോഗികൾ സൗഖ്യമാകുവാൻ തലമുറയിൽ ആ രാജ്യം മുഴുവനായി വിടുതൽ പ്രാപിപ്പാൻ അല്ല ലോകം മുഴുവനും കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു ഓട്ടം വലിയ എടുത്ത് ഈ പ്രാർത്ഥന മുഖാന്തരം നൽകുമാറാകണമേ, ആ സഭയ്ക്ക് നൽകുമാറാകണമേ എന്ന് തിരുമേനിയോടെ പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി നിന്റെ മക്കൾ ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു അതിനൊന്നൊന്നായി മറുപടി നൽകി ദൈവം മാനിക്കണമെന്ന് തിരുമേനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുവാൻ കഴിവുള്ളവനെ, മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുന്നവനായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്കും മറുപടി നൽകി നിന്റെ മക്കളുടെ മുഖത്തെ ആദരിക്കണമേ. പ്രാർത്ഥിച്ച നിന്റെ പാദപീഠത്തിൽ കിടക്കുന്നത് ഒരിക്കലും ആകത്തില്ലല്ലോ. ഇന്ന് രാത്രി പാടുവാൻ അടിയങ്ങൾക്കെല്ലാം ഗാനങ്ങൾ ലീഡ് ചെയ്യുന്ന നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ, ബലപ്പെടുന്നതാകണമേ, ശക്തീകരിച്ചുകൊള്ളുമാറാകണമേ. അവിടെയുള്ള സഭ ദൈവത്തിലെ കുടുംബങ്ങളെ ദൈവമക്കളെ എല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് രാത്രിയിലെ ഈ കൂടിവരവരെ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, വിടുതൽ പ്രാപിപ്പാൻ, സന്തോഷം അനുഭവിപ്പാൻ, ശക്തി പുതുക്കുവാൻ, ദർശനം പ്രാപിപ്പാൻ എല്ലാം ഇടയാക്കുമാറാക്കണം എന്ന് തിരുമേനിയോട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തിരുവചനവുമായി ഞങ്ങളുടെ മധ്യേ ആയിരിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അതിശക്തിയോടെ നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും അതിന് ശക്തിയോടെ ഉപയോഗിച്ചുകൊള്ളുമാറാകണം എന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും ശുശ്രൂഷയ്ക്കും മഹത്വമെല്ലാം അപ്പച്ചൻ അർപ്പിക്കുന്നു. അരിമരക്ഷകന്റെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Amen. Thank you, Pastor MC Sam, for praying for today's service. As we continue today's service, I'd like to read a verse from the Bible. It's Psalm 73, verse 1. It says, "Surely God is good to Israel, to those who are pure in heart." Let us keep this verse in our mind for today's service, and let us praise the Lord for what He has done for us, for all the support that the Lord has given to us, for His protection that He has given to us.
In continuation of the prayer of today's and the service, I call upon the prayer team also to lead us in the praise and worship. Call upon Jobin and Shweta to lead us now. Amen. Hallelujah. Praise the Lord. ഇന്ന് സന്ധ്യാസമയം ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം അവനിൽ സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന ദൈവജനത്തെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ അനേകം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചില വിഷയങ്ങൾക്ക് നമ്മൾക്ക് മറുപടി ആൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഇനിയും അനേകം വിഷയങ്ങൾക്ക് ലഭിക്കാനുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കാം. ഇന്ന് വൈകുന്നേരത്തെ അല്പസമയം നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ആരാധനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അവൻ ആരാധന പ്രിയനോ ആരാധന കൊതിയനോ ഒന്നുമല്ല. സാറാഫുകളുടെ നടുവിൽ ആരാധ്യ പുരുഷനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടുന്ന് പാട്ട് പാടുമ്പോൾ നിങ്ങൾ എവിടെ ഏത് സ്ഥാനങ്ങളിൽ എങ്ങനെ ആയിരിക്കുന്നോ അവിടെ ഞങ്ങളോടുകൂടെ ചേർന്ന് പാടാൻ ശ്രമിക്കുക. കരങ്ങളെ അടിച്ച് ഉള്ളങ്ങളെ തുറന്ന് കർത്തൃസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാട്ട് പാടാം. മാർവിൽ ചാരിയിടും എല്ലാം പറയുവാൻ വിശ്വസ്തനും വീരനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉപനിധി, അവൻ നമ്മുടെ ഓഹരി, അവൻ നമ്മുടെ നിക്ഷേപം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആശ്രയം. പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം, മാർവിൽ ചാരിടാം, എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. എന്റെ ഓഹരിയെ, അങ്ങന്റെ നിക്ഷേപമേ, എന്റെ ആശ്രയമേ, എന്റെ മരവിടമേ, എന്നെന്നു സങ്കേതമേ. എന്റെ ഉപനിധിയെ, എന്റെ ഉപനിധിയെ, എന്റെ ഓഹരിയെ, അങ്ങന്റെ നിക്ഷേപമേ, എന്റെ ആശ്രയമേ, എന്റെ ആശ്രയമേ, എന്റെ മറവിടം കർത്താവേ, എന്നെന്നും സങ്കേതമേ. ഓ മാർവിൽ ചാരിയിടും, മാർവിൽ ചാരിടാ, എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. നമ്മുടെ കർത്താവേ, മാർവിൽ ചാരിടാ, എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. എന്റെ കോട്ടയുമേ, കോട്ടയുമേ, എന്റെ ശരണവുമേ, അങ്ങന്റെ പരിചയുമേ, എന്റെ പാറയുമേ, എന്റെ ജീവജലമേ, അങ്ങന്റെ ഉറവിടമേ,
കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കോട്ടയാണേ, കോട്ടയുമേ എന്റെ ശരണവുമേ, അങ്ങ് ഞങ്ങളുടെ എന്റെ പരിചയുമേ. ഓ പാറയാണേ, എന്റെ പാറ ജീവജലമേ, എന്റെ ജീവജലമേ, അങ്ങന്റെ ഉറവയാണേ. മാർവിൽ ചാരിടാ, മാർവിൽ ചാരിടാ, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. ഓ മാർവിൽ ചാരിടാ, മാർവിൽ ചാരിടാ, എല്ലാം പറയാം, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വിശ്വസ്തനവൻ, ഓ വീരനായവൻ, വീരനാണവൻ. എന്റെ ആനന്ദമേ, ആനന്ദമേ എന്റെ സന്തോഷമാണി, അങ്ങന്റെ മധുരമാണി. എന്റെ ഔഷധമേ, എന്റെ ഔഷധം, എന്റെ തൈലവുമേ, എന്റെ തൈലവുമേ, അങ്ങന്റെ ശൈലവുമേ. ചേർന്ന് പാടാമോ? എന്റെ ആനന്ദമേ, എന്റെ ആനന്ദമേ, എന്റെ സന്തോഷം, സന്തോഷമാണി, അങ്ങന്റെ മധുരമാണി. എന്റെ ഔഷധവും എന്റെ തൈലവും, എന്റെ ഔഷധമേ, എന്റെ തൈലവുമേ, അങ്ങന്റെ ശൈലവുമേ. എല്ലാ ഹൃദയങ്ങളെ ഒരുമിച്ച് മാർവിടാരിടാ, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. ഓ അവന്റെ മാർവിൽ ചാരിടാ, മാർവിൽ ചാരിടാ, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. എന്റെ ഉപനിധിയെ, എന്റെ ഓഹരിയെ, അങ്ങന്റെ നിക്ഷേപമേ, എന്റെ ആശ്രയമേ, എന്റെ മരവിടമേ, എന്നെന്നും സങ്കേതമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഉപനിധിയാണ്, എന്റെ ഉപനിധിയെ, ഞങ്ങളുടെ ഓഹരിയാണ്, ഓഹരിയെ, അങ്ങ് ഞങ്ങളുടെ നിക്ഷേപം. എന്റെ നിക്ഷേപമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ആശ്രയം, എന്റെ ആശ്രയമേ, എന്റെ മരവിടമേ, ഓ എന്നെന്നും സങ്കേതം. എന്നെന്നും സങ്കേതമേ. ഓ അങ്ങയുടെ മാർവിലടികൾ ചാരുന്നാഥാ, മാർവിൽ ചാരിടാ, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. ഓ അങ്ങേ മാർവിൽ ചാരിടാ, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാ, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാ
ചാരുവാനവൻ. അങ്ങേ മാർവിൽ ചാരിടാം, മാർവിൽ ചാരിടാം. ഓ ഹല്ലേലൂയ. ഓ കർത്താവേ, മാർവിൽ ചാരുവാൻ. ഓ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, ഓ വീരനായ ഞങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർവിടത്തിൽ ചാരുവാൻ നമുക്ക് അനുവാദമുണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായവൻ, നമുക്കെല്ലാം തുറന്നു പറയുവാൻ കഴിയുന്നവൻ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആവശ്യങ്ങൾ കാതോർത്ത് കേൾക്കുന്നവനായ നമ്മുടെ ദൈവം, മാത്രമല്ല അതിന് മറുപടിയും നൽകുന്നവനായ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അത് അനുഭവിച്ചറിഞ്ഞവർ കരങ്ങളെ ഉയർത്തി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. Thank you, Joe and Ashwara, for praise and worship leading today. I call upon Sister Elizabeth Thomas to pray for today's service, pray for people who are coming here for their requirements, to pray for the preacher who is preaching to us. Let us bow our heads in prayer as Sister Elizabeth Thomas will pray for the service today. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പച്ചന്റെ സന്നിധിയിൽ കർത്താവേ, അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഹല്ലേലൂയ, ഈ ഞങ്ങളുടെ ഉപവാസത്തിന്റെ 16ാം രാത്രികാലം കർത്താവിന്റെ സന്നിധിയോട് ചേർന്ന് വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരിക്കൽ നല്ല സാവകാശനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. കഴിഞ്ഞ 15 ദിവസവും ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, ഈ വൈകിയ വേളയിൽ അപ്പച്ചന്റെ പാദപിടുത്തങ്ങളിലായിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഭവനാന്തരീക്ഷങ്ങളിലേക്ക്, ഞങ്ങളുടെ റൂമുകളിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കർത്താവേ, അനേകരെ ദൈവം ഹല്ലേലൂയ ഈ വൈകിട്ടത്തെ മീറ്റിംഗിലേക്ക് അനേക ഇടങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുവാൻ തക്കൊണ്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്ന് വൈകിട്ട് ശുശ്രൂഷിക്കുന്ന അഭിഷിക്തദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശക്തിയോടെ കരങ്ങളിൽ ഉപയോഗിക്കണമേ. ഇതുവരെയും ചെയ്യാത്ത നിലകൾ കർത്താവേ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അവിടുത്തെ ദാസനെ കരങ്ങളിൽ ഉപയോഗിക്കണമേ. ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ കർത്താവേ അത് ഞങ്ങൾക്ക് ഏവർക്കും ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതങ്ങളിലെ കർത്താവേ പ്രശ്നത്തിലെ ഹല്ലേലൂയ അത് ഹല്ലേലൂയ മറുപടിയായി തീരത്തക്കവണ്ണം ദൈവത്തിന്റെ വചനം ശക്തിയോടെ ഓരോ ഉള്ളങ്ങളോടും ഇടപെടുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ജീവന്റെ വചനത്തിന്റെ ഹല്ലേലൂയ ആ ഉറവയിൽ നിന്ന് കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവം അതിശക്തമായി പിന്നെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ, ഞങ്ങളുടെ സഭയുടെ വിശാലതയ്ക്ക് കാരണമായി തീരട്ടെ കർത്താവേ. ഞങ്ങളായിരിക്കുന്ന സബർബുകളിലൊക്കെ, ഞങ്ങളുടെ നെയ്ബർഹുഡിലൊക്കെ കർത്താവേ ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭീതി ജനത്തിന്റെ മേൽ വീഴണമേ കർത്താവേ. ദൈവത്തെ ആരാധിക്കുവാൻ ജീവിതങ്ങളെ ദൈവം കൂട്ടി വരുത്തുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. സഭകൾ എണ്ണത്തിൽ പെരുകുവാൻ അത് മുഖാന്തരമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു അന്ത്യകാല ഉണർവിന് കാരണമാക്കി തീർക്കണമേ. ഞങ്ങളെ അതിനായി ദൈവം ഉപയോഗിക്കണമേ കർത്താവേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ആത്മഭാരം ഞങ്ങൾക്ക് തെരുമാറാകണമേ. നശിച്ചു പോകുന്ന അനേകരുടെ നടുവിലാണ് കർത്താവെ ഞങ്ങൾ ആയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാത്തവർ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഹല്ലേലൂയ അപ്പച്ചനെ അറിഞ്ഞ കർത്താവെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗ്ഗത്തിലെ അപ്പച്ചന്റെ കരം പ്രവർത്തിക്കേണ്ടതിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. Amen, amen. Thank you, Elizabeth, for praying for today's service. Let's continue to praise the Lord for today's worship. I call upon the praise and worship team to lead the song, lead us with another song before I call upon today's preacher to come online. Thank you. ആമേൻ. ഹല്ലേലൂയ. ഒരു ഗാനം കൂടെ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങളെ അടിച്ച് സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ.
സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോരിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ചോരിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നാകർത്തങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എന്നാകർത്തങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, കൂടെയുള്ളവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകൻ അക്കാലഗീതവുമവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകനും അക്കാലഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ആമേൻ, ഇന്നുമെന്നും തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ അത്ഭുതം നീ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. അത്ഭുതം നീ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ആമേനെന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ആമേനെന്നുമെന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോടിനാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ചോടിനാലത്തിൽ ആമേൻ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ അകാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ അകാലഗീതവും അവൻ. നല്ല വൈദ്യനും അവൻ ദിവ്യൗഷധവുമൻ
ആത്മസാഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും നാമേ ദിവ്യൗഷധാവുമൻ ആത്മസാഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഓ ആമേൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ആമേൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jovan and Shweta, for leading today's prayer. Yes, the Lord is unchanging Lord. Let us, at this moment, take our time to welcome the pastor who is going to preach to us on the 16th day of our 14 days of fasting prayer. I'd like to introduce to you to Pastor Varghese Baby from Kayangalam. He's an IPC ordained pastor for the IPC for over 26 years in service of the Lord. He has served the Lord both in India and overseas, and he also leads an organization called as Divine Prayer Ministries, which conducts every year 21 days of fasting prayer. At the moment, they're also doing a 24 hours online prayer through Zoom for all the requirements. I will not take much more time to introduce further on the pastor. Today, we don't have the YouTube link, but however, we will be uploading the link after the today's prayer service. So it will be under the title of the 16 days of the 16th day of the 40-day fasting prayer. I would like to now welcome Pastor Varghese Baby from Kayangalam. Over to you, Pastor. If you could unmute there, please. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വൈകിയ സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശാലേം ക്രിസ്ത്യൻ അസംബ്ലി ഓസ്ട്രേലിയയുടെ മിസിക് പീസ് ചർച്ചിന്റെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 16ാം ദിവസത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ അഭിഷേകന്മാർക്കായി കർത്താവിന്റെ സ്തോത്രം. പാസ്റ്റർ തോമസ് ഫിലിപ്പ് ലീഡിന്നല്ലോ. കർത്താവിന്റെ ദാസനായി കർത്താവിനെ സ്തുതിക്കുന്നു, വന്ദനം പറയുന്നു. എന്റെ സ്നേഹിതൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു മേമന അല്ലെങ്കിൽ ബിജു തോമസ് മേമനയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, വന്ദനം പറയുന്നു. കർത്താവിന്റെ അഭിഷേകന്മാർ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടൊന്നും കർത്താവിന്റെ ദാസൻ പ്രിയ ശാമുൽ പാസ്റ്റർ ലൈനിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസന് വന്ദനം പറയുന്നു. ഈ കുടുംബമായിട്ട് ദീർഘവർഷത്തെ ആത്മബന്ധമുണ്ട്. പ്രിയ ബേബി സാറ് ബിജു പാസ്റ്റർ പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്ട്രിക്റ്റിലായിരുന്ന കാലങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നല്ല കാലങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ദൈവസഭയ്ക്ക് ഒത്തിരി പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. തലമുറ കർത്താവിന് വേണ്ടി നിൽക്കുന്നല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവരുടെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ ലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശു നാമത്തിൽ വന്ദനം. വിശേഷാൽ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ സഹോദരങ്ങൾക്ക് ക്രിസ്തുയേശു നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിങ്ങളോട് സംസാരിക്കുവാനായി പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ദൂത് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എഫേസ്യൻ ചാപ്റ്റർ 1:19. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഫാസ്റ്റിംഗ് പ്രയറിന്റെ 16ാം ദിനത്തിലായ സ്തോത്രങ്ങൾ. ജനം ദിവസങ്ങളിൽ വേറിട്ട് പല രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ ആമേൻ കർത്താവിന്റെ
വലിയ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണല്ലോ. വിശേഷാൽ സിഡ്നിയിലുള്ള ദിവദാസന്മാർ, ദൈവമക്കൾ സഭ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന 16-ാം ദിനത്തിനായ സ്വപ്നം. യഹോവയെ കാത്തിരി ശക്തിയെ പുതുക്കുമല്ലോ. ഇന്ന് പകൽ വൈകിയ സമയം അവിടുത്തെ സാന്നിധ്യം പകർന്ന് അനുഗ്രഹിക്കണമേ. ക്രിസ്തു യേശുവിൻ നാമത്തിലെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥന എല്ലാ കാലത്തും ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു മാർഗമാണ്. ദൈവമായി പറ്റിയിരിക്കുന്ന ഈ സുവർണ അവസരങ്ങൾ ഒരു ഭാഗ്യകരമായ അവസരങ്ങളാണ്. ഉപവാസം ദൈവത്തോട് വസിക്കുകയാണല്ലോ. ദൈവത്തോട് വസിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള നിയോഗങ്ങളാണ് നടക്കുന്നത്. സ്വത്രം. ഉപവാസം കൊണ്ട് ഭൗതിക നന്മകളെക്കാൾ ആത്മീയ ഉന്നതിയാണല്ലോ പ്രധാനമായ ലക്ഷ്യം. ദൈവസഭയുടെ വളർച്ച, ആത്മാക്കളുടെ വിടുതൽ, കൃപാവരങ്ങളുടെ ജ്വലനം, ശുശ്രൂഷയുടെ ദൈവപ്രവൃത്തികൾ, സഭയുടെ ആത്മീയ നന്മകൾ ഒക്കെ വെളിപ്പെടുന്ന ദിനങ്ങളായി തീരും. അതോർത്ത് സ്തോത്രം. കഴിഞ്ഞ ദീർഘദിവസങ്ങൾ ആ അനുഭവത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 29 വർഷമായി അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയുടെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും ഉപവാസം ഒരു പരാജയമല്ല. നമ്മുടെ മനോഭാവം നല്ലതാണെങ്കിൽ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ പാസ്റ്റ് മെമ്പറിലുള്ള മനോഭാവം ദൈവം കാണുന്നു. അതുകൊണ്ട് ദൈവാത്മാവ് ഇടപെടുന്ന ഒരു കാര്യം, അളവന്നൂർ എനിക്ക് മനോഹര ദേശത്ത് വീണു എന്നൊരു ദൂത ഈ ഉപവാസ പ്രാർത്ഥന ബന്ധത്തിൽ സ്പെഷ്യലായി പറയാനുണ്ട്. അളവന്നൂർ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി ഈ ചർച്ചിനുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യും. സ്തോത്രം. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, അവന്റെ കരുതൽ വെളിപ്പെടുന്ന ആളുകൾ. കർത്താവായ യേശു മടങ്ങി വരാൻ താമസമാണെങ്കിൽ അത് വെളിപ്പെടാൻ പോകുന്ന കാലത്തിനായി സ്തോത്രം പറയുകയാണ്. ആമേൻ. അല്പത്തിൽ വിശ്വസ്തരെ അധികത്തിലും വിചാരമാക്കും. ദൈവം നിശ്ചയമായി ഇത് വർദ്ധിപ്പിക്കും. അതിന് അനുഭവത്തിനായി സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയോട് പറയുന്ന ഒരു ദൂതാണ്. ആമേൻ. 12 പേരാൽ ആരംഭിച്ചതാണല്ലോ എഫെസോസിലെ സഭ. സ്വത്രം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് പട്ടണം ചെന്നപ്പോൾ അവിടെ ചോദിച്ചത് 12 ശിഷ്യന്മാരെ കണ്ടു. അവിടെ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവര് നമ്മൾ ചിലരെ പോലെ അഭിനയിച്ചില്ല. അവര് സത്യം തുറന്നു പറഞ്ഞു. ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. സ്വപ്നം. പ്രാപിച്ചുവോ? പരിശുദ്ധാത്മ ഉണ്ടെന്ന് പ്രാപിച്ചുവോ? അവര് പറയുക, ഞങ്ങൾ പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പൊ ഉടനെ പൗലോസിന്റെ ചോദ്യം, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവര് പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം യോഹന്നാസ്നാപകന്റെ മാനസാന്തര സ്നാനമായിരുന്നു. അവരെ വീണ്ടും ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കി. ദൈവത്തിന്റെ കൽപ്പനയെ കുറിച്ച് മനസ്സിലായി. വീണ്ടും ഒരു സ്നാനപ്പെട്ടു. അപ്പൊല്ലോസിന്റെ ശുശ്രൂഷയാൽ വിടുവിക്കപ്പെട്ടു. അല്ലെങ്കിൽ അപ്പൊല്ലോസിന്റെ ശുശ്രൂഷയാൽ മാനസാന്തര സ്നാനം സ്വീകരിച്ച ആളുകളാണെന്നാണ് എഫെസോസിലെ ചരിത്രം പഠിപ്പിക്കുന്നത്. എന്തായാലും അവർ സത്യം മനസ്സിലായപ്പോൾ അവര് വിധേയപ്പെട്ടു. ആ 12 പേരെ വീണ്ടും പൗലോസ് സ്നാനപ്പെടുത്തി. അവിടെ ചോദ്യം, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറയുകയാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അടുത്ത ചോദ്യം, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അപ്പൊ 12 പേരെ ഇവിടെ തോമസ് ഫിലിപ്പ് പാസ്റ്ററോ അല്ലെങ്കിൽ ബിജു പാസ്റ്ററോ അല്ലെങ്കിൽ ശൗമൽ പാസ്റ്ററോ 12 പേരെ സ്നാനപ്പെടുത്തുമ്പം 12 പ്രാവശ്യം എന്നാ കേൾക്കും? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ കുറിച്ച് കേൾക്കും. പക്ഷെ ഇവര് കേട്ടിട്ടില്ലെന്നാ പറഞ്ഞത്. അവരെ വീണ്ടും അവരെ സ്നാനപ്പെടുത്തി. അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഉച്ചരിക്കാൻ സ്ഥാനപ്പെടുത്തി വിശ്വസിക്കുന്നു. സ്വപ്നം. അവർ വീണ്ടും സത്യം മനസ്സിലായപ്പോൾ അതിനെ സമർപ്പിച്ചു. പ്രിയരെ, ഈ 16 ദിവസത്തെ യോഗം കഴിഞ്ഞ വരുന്ന 40 ദിവസം നടക്കാൻ പോവുകയാണല്ലോ. ഈ കണ്ടിന്യൂ മീറ്റിംഗിൽ അനേക സത്യങ്ങൾ അനേക ദേവദാസന്മാരുടെ ഈ യൂട്യൂബിലൂടെ ഈ സൂം മീറ്റിങ്ങിലൂടെ കേൾക്കുമ്പോൾ അതിന് വിധേയപ്പെടാൻ തയ്യാറാകണം. സ്വപ്നം. സത്യത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടാൻ സമർപ്പിക്കപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ അതിന്മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. നമ്മൾ കേട്ട് പ്രസംഗം കുറിച്ച് വെച്ച് നമ്മളിങ്ങനെ കേട്ട് പോകുന്നവരായിട്ടല്ല, ഇത് പ്രാപിക്കേണ്ട കാലമാണ്. ആ ജനം സമർപ്പിച്ചു. ആ 12 പേര് കൂട്ടത്തിൽ സഹോദരിമാരില്ലായിരുന്നു, സഹോദരന്മാരെ ഉള്ളായിരുന്നു. ഇന്ന് ലോകത്തിൽ എവിടെ ചെന്നാൽ ഏറ്റവും കൂടുതൽ കൂട്ടായ്മ സഹോദരിമാരുണ്ട്. പക്ഷെ എഫെസോസിൽ 12 പുരുഷന്മാർ. ചരിത്രം വേറെ ഒത്തിരി പറയാനുണ്ട്. ആ ദേശത്ത്, അർട്ടിമിസിന്റെ ദേശത്ത്, ആ ദുർഭൂതയുടെ നാട്ടിൽ അപ്പോസ്തലനെ ഒരു നിയോഗം കിട്ടി വെച്ചതാണ്. സ്വപ്നം. അങ്ങനെ 12 പേരെ അവരെ സ്നാനപ്പെടുത്തി. അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ മനുഷ്യൻ കൊടുക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ 3 വിധത്തിലാണ് ദൈവം പകരുന്നത്. ഒന്ന്, നാം
ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ സൂം മീറ്റിംഗ് നടക്കുമ്പോൾ ബാക്കി ഇനി നടക്കാൻ പോകുന്ന 24 ദിവസത്തെ യോഗങ്ങളിൽ ആ റൂമിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയുവാൻ, കൃപാവരങ്ങളിൽ നിറയുവാൻ ദിവസങ്ങൾ എടുക്കട്ടെ, നിമിഷങ്ങളായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്വപ്നം ആരും കൈവെക്കാതെ തന്നെ അദൃശ്യമായ ഒരു കരം നിന്റെ ബെഡ്റൂമിൽ, ഹോളിൽ, പ്രയർ റൂമിൽ വെളിപ്പെടാമോ ദിവസങ്ങൾക്കായി ഞാൻ സ്വപ്നം പറയുകയാണ്. ഹല്ലേലൂയ. സ്വപ്നം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പകരും. 2, സ്വപ്നം നിയോഗം ഉണ്ടെങ്കിൽ ദൈവദാസന്മാർ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരും. സ്വപ്നം. 3 ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് വരും. ഇന്ന് രാത്രി ആര് വചനം കേൾക്കുന്നുവോ അവർ ആ റൂമിൽ, ആ സ്ഥലത്ത്, നിങ്ങളുടെ ബോഡിയിൽ ആ സാന്നിധ്യ രാത്രി വെളിപ്പെടാനായി സ്വതന്ത്രം പറയുകയാണ്. അങ്ങനെ 3 വിധത്തിലാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിത്വമുള്ളവരായി തീരുന്നതിന് ദൈവമാണ്. സ്വത്രം. ആ ദൈവമായി പരിശുദ്ധാത്മ വ്യക്തിയായി ശക്തിയായി ഇടപെടുന്നതിനായി സ്വത്രം പറയുന്നു. അപ്പൊ എഫെസോസിലെ ആ അനുഭവിച്ച ജനത്തോടെ ആ കൂട്ടായ്മക്കാരുടെ ലേഖനം പൗലോസ് എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. സ്വത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്വപ്നം. അളവറ്റ വലിപ്പം. അത് വർണ്ണിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. സ്വപ്നം. അളവറ്റ വലിപ്പം. മനുഷ്യ വാക്കുകൊണ്ടോ, ഏത് ഇംഗ്ലീഷ് ഭാഷയോ ഏത് ഗ്രീക്ക് വേർഡ് കൊണ്ടോ വർണ്ണിക്കാൻ കഴിയാത്ത, വളക്കാൻ കഴിയാത്ത ഉന്നതമായ, ശ്രേഷ്ഠമായ അത്യുന്നത ശക്തി. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചെറിയ ഹൃദയത്തിൽ, നിങ്ങളുടെ കൊച്ചു ശരീരത്തിൽ വസിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം പറയുകയാണ്. ആ അളവറ്റ വലിപ്പം അല്പമെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് അനുഭവിപ്പാൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു നിമിത്തം ഉണ്ടായ ആ മഹത്വപൂർണമായ അളവറ്റ ശക്തിക്കായി ഞാൻ സ്തോത്രം പറയുന്നു. ഈ ആത്മാവ് ആദിയിൽ വെള്ളത്തിൽ മേൽ പരിവർത്തിച്ചാണ് കാണാൻ കഴിയുന്നുണ്ട്. ഭൂമി പാഴ്ശൂന്യമായി തീർന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്നു, അല്ലെങ്കിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ കോഴി അടയിരിക്കുന്ന പോലെ പൊരുന്നിരുന്നു. എത്ര നൂറ്റാണ്ട്, എത്ര യുഗം അങ്ങനെ ഇരുന്നു നമുക്ക് അറിയത്തില്ല. പക്ഷേ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശബ്ദം ഉണ്ടായി, വെളിച്ചമുണ്ടാകട്ടെ. ഈ 14 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ പരിശുദ്ധാത്മാവ് സമാധാനത്തിൽ വ്യക്തികളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ശബ്ദങ്ങൾ ഉണ്ടാകാൻ, ചില വിടുതൽ നടക്കുവാൻ, ഇതുവരെ വെളിപ്പെട്ടു വരാത്തത് ചിലത് വെളിപ്പെട്ടു വരുവാൻ ദൈവാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ പുറത്തു വരാത്ത ചില സംഭവങ്ങൾ ഇരുട്ടിന് നേരെ ഈ ലോകത്തിൽ ദൈവസഭയിലൂടെ ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിൽ, ഓസ്ട്രേലിയയിലാണെങ്കിലും UK-യിലാണെങ്കിലും USA-യിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കൊർത്തിയാട്ടാണെങ്കിലും എവിടെ ഇരുന്നാലും ആത്മാവിന്റെ തലത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ചിലത് പുറത്തു വരുന്ന അഭിഷേക ശക്തിക്കായി ഞാൻ സ്തോത്രം പറയുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആ വലിയ നിയോഗം നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഭയിലൂടെ ആത്മാവ് ഇരുട്ടുന്നത് വ്യാപരിക്കുക. ഒരിക്കലും ശബ്ദം കേൾക്കാൻ പോവുക, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ഇവിടെ കയറി വരുവീൻ എന്നൊരു ശബ്ദം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ഗംഭീരനാഥത്തോടും പുറപ്പെടുന്ന ദിവസം വരാൻ പോകുന്നു. അവൻ അതിനുള്ളിൽ എന്തെല്ലാം ദൈവം ഈ ഭൂമിയിൽ തന്റെ സഭയിലൂടെ പരിശുദ്ധാത്മ പരിവർത്തിച്ച് ചെയ്യുമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. വിശ്വസിച്ചാലേ ഇതിന്റെ മഹത്വവും ആത്മദാനങ്ങളും അതിന്റെ വരങ്ങളും അനുഭവിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന് 2 വശങ്ങളുണ്ട്. ഒന്ന് വരവും, ഒന്ന് ഫലവും. സ്വപ്നം. ഒരു വശം വരവാണെങ്കിൽ ഒരു വശം ഫലമാണ്. ഒരു പ്രാവിന് 2 ചിറകുള്ളതുപോലെ പരിശുദ്ധാത്മാവിന് 2 വശങ്ങളുണ്ട്. അന്യഭാഷയും കൃപാവരവും ഒരു വശമാണെങ്കിൽ ഒരു ഭാഗം ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. അപ്പോൾ അതായിരിക്കുമ്പോൾ ഒരു ഭാവം ആത്മാവിന്റെ വരങ്ങളെ വെളിപ്പെടുന്നു. ഇത് 2 ഒരു വിശ്വാസി ബാലൻസ് ചെയ്താൽ മാത്രമേ ദൈവാത്മാവിന്റെ മഹത്വം സമൂഹത്തിൽ വെളിപ്പെടാത്തുള്ളൂ. ഞാൻ അന്യഭാഷയും പ്രവചനവും കൃപാവരവും ഒക്കെ പറയുന്നെങ്കിലും എനിക്ക് ആത്മാവിൽ ഫലമില്ലെങ്കിൽ
ഇതെല്ലാം പ്രയോജനമായി വരില്ല. സ്തോത്രം. ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം വെളിപ്പെടത്തക്ക നിലയിൽ, ആത്മാവിന്റെ ഫലം വെളിപ്പെടുത്തുന്ന നിലയിൽ, അത് കുടുംബത്തിൽ, ആ സഭാതലത്തിൽ, ദേശത്ത്, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ സ്വപ്നം ആ ആത്മഫലം ഒന്ന് വെളിപ്പെടുവാൻ കാരണമായി തീരട്ടെ. സ്വപ്നം ധാരാളം ഫലം കായ്ക്കാനിടയായി തീരട്ടെ. അപ്പോൾ തന്നെ ശുശ്രൂഷാമുഖത്ത് കൃപാവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു നിയോഗം കൂടെ വെളിപ്പെടുവാനായി ഞാൻ സ്തോത്രം പറയുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി, അതാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ദോഷികളായ ജനത്തോട് പറഞ്ഞ കാര്യം കൂടെ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ അറിയുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. സ്വപ്നം. ഇന്ന് ഈ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ എത്ര പേര് ചോദിക്കുന്നുണ്ട്, കർത്താവേ ആമേ എനിക്ക് പോരാ, ഈ സമൂഹത്തിൽ, ഈ കോവിഡ് പിടിച്ച കാലത്ത്, ഈ വൈറസിന്റെ കാലത്ത്, ഈ സമൂഹത്തിൽ വ്യത്യസ്ത ചോദ്യങ്ങൾ. ദൈവം ഉണ്ടോ? ഇത് ദൈവത്താൽ ഉണ്ടായതാണോ? ഇത് ദൈവം അറിഞ്ഞാണോ? ഇത് ദൈവത്തിന് നിർത്തിക്കൂടെ എന്നൊക്കെ പറയുന്നത് രോഗശാന്തിക്കാരെത്തിയ, ഭൂതശാന്തിക്കാരെത്തിയ, പ്രവാചകന്മാരെത്തി എന്നൊക്കെ സമൂഹത്തിൽ ചോദിക്കുമ്പോൾ, ഇപ്പോൾ അല്പശക്തി നിനക്ക് പോരാ, എന്നിലും നിങ്ങളിലും യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരഭിഷേക ശക്തി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അത് വാചകത്തിലൂടെ, ബൈബിൾ ക്ലാസ്സിലൂടെ, പ്രസംഗത്തിലൂടെ തെളിയിക്കപ്പെടുക മാത്രമല്ല, പ്രവർത്തിയാ തെളിയപ്പെടണം. ഞാനൊരു വേർപെട്ട ദൈവത്തിലാണെന്നെങ്കിൽ ആ ദൈവോചനത്തിന്റെ അടയാളങ്ങളോട് വെളിപ്പെടും. യേശു ജീവിക്കും തെളിയിക്കപ്പെടുന്ന ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടതായി സ്തോത്രം പറയുകയാണ്. അതിനുവേണ്ടി ഒരു പ്രാപിക്കാൻ അവസരം തന്നിരിക്കുകയാണ് 40 ദിവസം പ്രാർത്ഥന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ക്രിയയിലാണ് ഹൃദയങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നത്, സത്യം. എന്നാൽ സമൂഹത്തിൽ സ്വപ്നം പ്രൈസലോ ഇന്നും ദൈവപ്രവൃത്തിയുണ്ട്. ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി. ഇന്നും മുടന്തരെ എഴുന്നേൽപ്പിക്കും ദൈവശക്തി. ഇന്നും അത്ഭുതങ്ങളെ ദൈവശക്തി. അത് തട്ടിപ്പിന് വേണ്ടിയോ പണസമ്പാദ്യത്തിന് വേണ്ടി അല്ല. ഇതൊരു നന്മ ഉണ്ടാക്കാൻ വ്യാപാരത്തിന് വേണ്ടിയല്ല. യേശുവിന്റെ മഹത്വം സമൂഹത്തിൽ വെളിപ്പെടുവാൻ ഈ കോവിഡ് പിടിച്ച കാലത്ത് ദൈവം ചിലരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വിശേഷപ്പെട്ട അഭിഷേകം, വിശേഷപ്പെട്ട നിയോഗം പകരാൻ പ്രൈസ്തലോ അതിനാര് സമർപ്പിക്കുമോ, ഒരു അപ്പോസ്തലിക അധികാരത്തിന് വേണ്ടി ആര് സമർപ്പിക്കുന്നുവോ അവരിലേക്ക് ഈ കാലത്ത് ഈ ആത്മനിയോഗം ദൈവം പകരാൻ പോകുകയാണ്. പ്രൈസ്തലോ. സഭാ രാഷ്ട്രീയങ്ങൾ കൊണ്ടും മറ്റു പലതുകൊണ്ടും സമൂഹം അടുത്തിരിക്കുമ്പോൾ സ്തോത്രം, പല വിശ്വാസ സമൂഹത്തെ കൊണ്ടും പലരെ കൊണ്ടും ഇതാണോ വിശ്വാസം, ഇതാണോ പെന്തക്കോസ്ത്, ഇതാണോ ക്രിസ്തീയ സമൂഹം എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ യേശു ക്രിസ്തു ജീവിക്കുമോ തെളിയിക്കപ്പെടുന്ന ഒരു നിയോഗം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ എത്ര പേര് ഈ ഫാസ്റ്റിംഗ് സമർപ്പിക്കപ്പെടും. കാഴ്ചപ്പാട് മാറട്ടെ. അതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്തോ പ്രകാശിക്കണം? ഹൃദയദൃഷ്ടി. അകത്തെ കണ്ണ് തുറക്കാത്തോളം കാലം പാസ്റ്റർ ആയാലും, പ്രവാചകനായാലും, അപ്പോസ്റ്റലനായാലും, സൂപ്രണ്ടായാലും, ഓവർസിയർ ആയാലും, പ്രസിഡന്റ് ആയാലും, ആരാണെങ്കിലും ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തോളം കാലം ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കൗൺസിൽ മെമ്പറാകാം, അനേക ആളായിരിക്കാം, വലിയ ബോഡി മെമ്പർ ആയിരിക്കും, എന്നാ ആണെങ്കിലും ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തോളം കാലം പരിശുദ്ധാത്മാവിന്റെ ആഴം മനസ്സിലാക്കത്തില്ല. സ്തോത്രം. ഇനി എത്ര വലിയ ബൈബിൾ ടീച്ചർ ആണെങ്കിലും ഹൃദയദൃഷ്ടി പ്രകാശിക്കാനുള്ള കാലം ഒരു പരിധി വരെ നീ നിൽക്കത്തുള്ളൂ. സ്തോത്രം. നിന്റെ കാഴ്ചപ്പാട് രാത്രി മാറുന്നെങ്കിൽ ഒരു വലിയ നിയോഗം നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുകയാണ്. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാനുള്ള ആശ, ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള വിളി, നിത്യതയിലേക്കുള്ള വിശാലമായ ശ്രേഷ്ഠതയുള്ള മനോഹര ദേശത്തേക്കുള്ള വിളി ഇന്ന് രാത്രിയിൽ ആദ്യം ഉറപ്പാക്കുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. അവന്റെ ജ്ഞാനം, അവന്റെ പ്രതാപം, അവന്റെ മഹത്വം, അവന്റെ ആത്മീയ സമ്പത്തുകൾ, അവന്റെ മഹത്വപൂർണമായ ആഴങ്ങൾ, അവൻ വിലപ്പെട്ട നിധി, അന്നത്തെ സ്വർഗീയ സമ്പത്ത് അല്പമായി ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ കൃപയാൽ നമുക്കിടയാക്കിയ സ്നേഹത്തിനായി സ്വപ്നം പറയുക. അങ്ങനെയുള്ള സഭയോട് പറയാണ് സ്വപ്നം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ശക്തിയുടെ അളവറ്റ വലിപ്പം. എന്തിനാണ് ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം? പ്രൈസ് ദി ലോർഡ്. ശക്തിയുടെ അളവറ്റ വലിപ്പം. ശക്തിയുടെ അളവറ്റ വലിപ്പം.
സ്വപ്നം. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോൾ ഈ ശക്തി എന്താണ്? സാക്ഷിയാകുവാൻ. എന്താണ് സാക്ഷി? സ്വപ്നം ജീവിത വിശുദ്ധിയും മാതൃകാ ജീവിതവും. ഞാനിവിടെ വാചകം പറയുന്നു. എന്റെ സ്ഥലം കായംകുളം ടൗണിൽ, കായംകുളം ടൗൺ അടുത്ത് ടൗണിനോട് ചേർന്ന സ്ഥലമാണ്. ടൗണിൽ 1 കിലോമീറ്റർ അടുത്താണ്. കായംകുളം മുനിസിപ്പൽ 16-ാം വാർഡിലാണ് താമസിക്കുന്നത്. എന്റെ 16-ാം വാർഡിൽ, എന്റെ ചുറ്റുവട്ടത്ത്, എന്റെ ദേശത്ത്, എന്റെ കുടുംബത്തിൽ എനിക്കൊരു സാക്ഷ്യമില്ലെങ്കിൽ, ഞാൻ സൂം മീറ്റിംഗ് പ്രസംഗിച്ചാലും നീ എവിടെ വന്ന് പ്രസംഗിച്ചാലും അതിന് വലിയ വലിയ മഹത്വമൊന്നും കാണത്തില്ല. പ്രസംഗിച്ച് തൊണ്ടവാഹാനുള്ള ഗുണമുള്ളൂ. ഇത് പ്രയോജനമായി വരണമെങ്കിൽ, ഇത് പർവ്വത്തായി വരണമെങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകളുടെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ സൂം മീറ്റിംഗിനാണെങ്കിലും നിന്നെ വിവേചിക്കുന്ന പരിശുദ്ധാത്മ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ ജീവിതത്തിലൂടെ, സ്വഭാവത്തിലൂടെ അത് പരപരമായി വെളിപ്പെടുവാൻ, സ്തോത്രം, അത് കുടുംബത്തിൽ വെളിപ്പെടുവാൻ, സഭയിൽ വെളിപ്പെടുവാൻ, ദേശത്ത് വെളിപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവാത്മ ഇടപെടുകയാണ്. ഫലവത്തായ ഒരു സാക്ഷ്യം. സ്വപ്നം കഥ പറയാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുവാൻ. എന്നെ കേൾക്കുന്ന ധാരാളം ആളുകൾ നിങ്ങൾ ആ ദേശത്ത് കർത്താവിനെ സാക്ഷിയാകുകയാണ്. അത് ജീവിതം കൊണ്ടും മാതൃക കൊണ്ടും കർത്താവിൽ ഉയർത്തുവാൻ ഇടയാകട്ടെ. ഒന്നും കൂടി ഫാസ്റ്റിംഗ് പ്രയറിൽ നമ്മെ കണ്ടുപിടിക്കണം. നമ്മുടെ സാക്ഷ്യത്തിന് വിഘ്നം വരുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് ക്രമീകരണം ഉണ്ടാകണം. ആമേ. ആ സാക്ഷ്യത്തിന് വിഘ്നം വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ക്രമീകരണം ഉണ്ടാകണം. പ്രൈസലോ. നമ്മൾ പറയും കർത്താവിനെ നോക്കാൻ. കർത്താവിനെ ആളുകൾ നോക്കിക്കോളും, നമ്മെ ആളുകൾ നോക്കും, അല്ലെ? പ്രൈസലോ. നമ്മെ ആളുകൾ ശ്രദ്ധിക്കും. പ്രൈസലോ. അപ്പൊ വാചക വിശുദ്ധി മാത്രമല്ല, ജീവിത വിശുദ്ധി യേശുവിന്റെ നാമത്തിൽ ഈ ഫാസ്റ്റിംഗ് പ്രവൃത്തി ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം പറയുകയാണ്. ആമേൻ. പ്രൈസലോ. ഞാൻ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആമേൻ. ശക്തി ലഭിച്ചിട്ട സാക്ഷിയാകേണ്ടത്. അത് ഏത് പ്രതിസന്ധിയുള്ള സ്ഥലത്തും, ഏത് പ്രതികൂല സ്ഥലത്തും ആ സാക്ഷ്യം പ്രസ്താവിപ്പാൻ, ധൈര്യപ്പെടുത്തുവാൻ, ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് വന്നാലും അവിടെ ബലത്തോടെ നിർത്തുന്ന, ഭീഷണികളും അപവാദങ്ങളും നുണപ്രചരണങ്ങളും നീ ചെയ്യാത്ത കാര്യങ്ങളും നിന്നെ ആക്ഷേപിക്കുമ്പോഴും നിന്റെ അകത്ത് പറഞ്ഞ ദൈവശക്തി നിമിത്തം ആ സാക്ഷ്യം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ഒരു അഭിഷേകം വെളിപ്പെടുത്താനായി സ്തോത്രം പറയുകയാണ്. ഇത് ആമേൻ. ഇത് ലോകപരമായ ഒരു വിദ്യാഭ്യാസം ആവശ്യമാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി അത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ, വിദ്യാസ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവാത്മാവിന്റെ ശക്തിയാൽ നിന്നിലൂടെ വെളിപ്പെടാൻ പോകുന്നതിനായി ഞാൻ സ്തോത്രം പറയുകയാണ്. ശക്തി പരിശുദ്ധനെ പിന്നെ പ്രാപിക്കുന്നത് ലോകത്തിന്റെ സ്വഭാവങ്ങളെ, ലോകമോഹങ്ങളെ മരിപ്പിക്കുവാൻ. റോമാലേഖനം വായിക്കുമ്പോൾ 8:13 വായിക്കുമ്പോൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ദേവദാസന്മാർ, ദൈവങ്ങൾ, ഫാസ്റ്റിംഗ് ഇരിക്കുന്നവർ പാപികളും ദോഷികളുമാണെന്ന് ചിന്തയിൽ പറയുകയല്ല. എന്നിൽ പാവമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കളനാണ്. കാരണം നമ്മുടെ ആത്മാവ് മാത്രമേ വീണ്ടെടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കൈ ഉയർത്തി പിടിച്ചേ. അപ്പൊ നമ്മുടെ ജഡസ്വഭാവങ്ങളെ പരിശുദ്ധാത്മ മരിപ്പിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ പറ്റും. നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിന്റെ തലയോളം വളരുകയാണല്ലോ. അതിന് തടസ്സമായി ജഡത്തിന്റെ എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ അതിനെ മരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവിനാൽ സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ, സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, അല്ലേ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ദുഷ്ട പിശാച് അനേക തന്ത്രങ്ങളും എന്നുകൊണ്ട് വരും. ജഡം ബലഹീനം, ആത്മ ഒരുക്കമുള്ളതായി തീരുവാൻ ചില ഫൈറ്റിങ്ങുകൾ, ദുഷ്ട പിശാചുകളുടെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവൻ ജയമെടുക്കുവാൻ രാത്രിയിൽ അവന്റെ അമിത ബലം ഈ ഫാസ്റ്റിംഗ് ദൈവം പറയട്ടെ.
ഹല്ലേലൂയ. അമിത ബലം. ഒട്ടുമിൽ എന്ന് പറയുമ്പോൾ അത് മുകളിലത്തെ കാര്യം പറയുന്നുണ്ട്. ആമേൻ. മക്കളെ അപ്പനോടും അമ്മയോടുള്ള ബന്ധത്തിൽ, അല്ലേ? മാതാപിതാക്കന്മാർ അപ്പനോടും മക്കളോടുള്ള ബന്ധത്തിൽ, പിന്നെ ദാസൻ ജോലിക്കാരൻ യജമാനുള്ള ബന്ധത്തിൽ, ഒരു സ്ഥാപനത്തിന്റെ ഓണർ തൊഴിലാളികളുടെ ബന്ധത്തിൽ, വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. എന്തിന്? ദുഷ്ട പിശാചിന്റെ തന്ത്രം ജയിക്കാൻ. സാത്താൻ അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പാടില്ല. ഞാനും നിങ്ങളും കണ്ണിറുക്കി പിടിച്ച് ശാസിച്ചാൽ പിശാച് പോകില്ല, എന്റെ തന്ത്രം പോകില്ല. അവകാശം പറഞ്ഞ് എന്തെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് വിട്ടുകളയുവാൻ, ഒന്ന് ഈ ഫാസ്റ്റ് ടെമ്പറിൽ ദൈവമായി നിരപ്പാകുവാൻ, രണ്ട് മനുഷ്യനുമായി നിരപ്പാകുവാൻ, മൂന്ന് ജഡത്തിൽ ആത്മാവിലെ സകല കന്മഷങ്ങളെ നീക്കി ശുദ്ധീകരണം പ്രാപിപ്പാൻ ആത്മതലത്തിൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ ദൈവം സ്വപ്നം പറയുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആ അളവറ്റ ശക്തി പൗലോസ് പറയുക. ആമേൻ. സ്വപ്നം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. അടുത്ത വായിക്കുമ്പോൾ സ്വപ്നം എഫേസ്യർ 3:7 വാക്യം വായിച്ച് കേൾപ്പിച്ച്. ആ സുവിശേഷത്തിന് ഞാൻ അവരുടെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീരുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ, കൃപാദാനത്താൽ ഒരു ശുശ്രൂഷ നയിപ്പാൻ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളാണെങ്കിലും, ഒരു സഹശുശ്രൂഷകനാണെങ്കിലും, അല്ല സഭയിലെ വ്യത്യസ്ത ശുശ്രൂഷയിലെ ഒരാളാണെങ്കിലും ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഈ ശക്തിയുടെ വ്യാപാരം, ആത്മശക്തിയുടെ വ്യാപാരം നമുക്ക് ആവശ്യമാണെന്ന്. ഒരു കാലത്ത് ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്ത് ഈ കുമ്പനാട് കൺവെൻഷൻ പോലുള്ള കൺവെൻഷനിൽ പന്തലിനെ കാല് നാട്ടുന്ന ആരായിരിക്കണം? ചായ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആളായിരിക്കണം. ഒരു കാലത്ത് നമ്മുടെ ഹോളുകളിലൊക്കെ പായണമെങ്കിൽ ആരായിരിക്കണം? പരിശുദ്ധാത്മ പ്രാപിച്ച ആളായിരിക്കണം. തമ്പേര് കൊട്ടുന്ന ആൾ ആരായിരിക്കണം? പരിശുദ്ധാത്മ. ആ കാലമൊക്കെ പോയത് കൊണ്ടല്ലേ ഇന്ന് ഈ കോവിഡ് വന്നിട്ടും ആരെല്ലാം നിലവിളിച്ചിട്ടും മുട്ടുമേ നിന്നിട്ട് ഓർച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? കാരണം ദൈവസഭയിൽ നിന്നും പരിശുദ്ധാത്മാവിനെ ചവിട്ടി പുറത്തിറക്കിയോ? അന്യഭാഷ കേറോപ്പിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗ പേര് പറഞ്ഞ് ഒരു കാലത്ത് അവൻ വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയ ആളുകൾ ഇന്ന് പരസ്യമായി അന്യഭാഷ പറയാൻ മടിക്കുന്നു. ഈ അന്യഭാഷ തന്നെ എന്റെ 30 വർഷമായി 31 വർഷമായി ഞാൻ വിശ്വാസം വന്നിട്ട്. ഈ അന്യഭാഷ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അന്യഭാഷയുണ്ട്. ഒന്ന് ദൈവാത്മാവിൽ പറയുന്ന അന്യഭാഷ, അതിന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഉണ്ടാകും. ശരിക്കും അന്യഭാഷയാണ് കാണിക്കുന്നത്. ഇത് ഈ ഭൂതാത്മാവ് അന്യഭാഷ പോലെ പറയും. ഭൂതാത്മാവ് അങ്ങനെ പറയുന്നവരുടെ സ്വഭാവത്തിൽ വെളിപ്പെടും. അത് ജഡിയോ പൈശാചിക സ്വഭാവങ്ങൾ വെളിപ്പെടും. ദൈവദിനമായിട്ടൊരു ബന്ധമില്ല സ്വഭാവമായിരിക്കും. അത് ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ വിട്ടുപോകും. പിന്നെ മനുഷ്യാത്മാവ് അന്യഭാഷ പോലെ പറയും, ഉണ്ടാക്കി പറയും അന്യഭാഷ. ഇപ്പൊ ചിലരുടെയൊക്കെ അന്യഭാഷ കേൾക്കും, നമ്മൾ വിചാരിക്കും ഇവർ വലിയ പ്രസംഗവും പ്രസംഗിക്കുന്നു, അന്യഭാഷയും പറയുന്നല്ലോ. ഇത് വിവേചിക്കണം പ്രിയരെ. പരിശുദ്ധാത്മാവിന്റെ ഫലത്തോടുകൂടിയ അനുഭവം കൊണ്ട് ഫലമില്ലാത്ത അന്യഭാഷ വ്യർത്ഥമാണ്. എന്നാൽ ശരിയായ വിശുദ്ധന്മാർ ആത്മനിയോഗത്തിൽ ആമേൻ ഇന്നും അന്യഭാഷ സംസാരിക്കുന്നുണ്ട്. അത് പറഞ്ഞ ആളുകൾ ഇന്ന് ആരാധന വർഷിപ്പ് ചെയ്യുമ്പോൾ കൈ കെട്ടിയിരിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതിനെ ആരാധിക്കാതിരിക്കുക. ഇന്നൊരു സമുദായമാക്കി അല്ലെങ്കിൽ ഒരു മതമാക്കി മാറ്റി യേശുവിന്റെ നാമത്തിൽ, അല്ലേ? അതുകൊണ്ടല്ലേ എന്താണ് നിലവിളിച്ചിട്ട് ഒതുങ്ങാത്തത്? ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു, പെന്തക്കോസ്ത് സമൂഹമേ, ലോക പെന്തക്കോസ്തേ, മടങ്ങി വാ ദൈവസന്നിധിയിൽ. പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചവർ വ്യാപരിച്ച ഈ ദൈവശക്തിക്ക് വേണ്ടി മടങ്ങി വാ. ഇത് നീ കാണിക്കുന്ന, ഞാൻ കാണിക്കുന്ന എല്ലാറ്റിലും കൂട്ടു നിൽക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഇന്നത്തെ സഭ ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചു.
മറ്റൊരു കൂട്ടരാണ് ഓർമ്മയിൽ കിടക്കുന്ന അന്യ ഭാഷ. ഓർമ്മയിൽ കിടക്കുന്നത് 10, 20, 30, 40 വർഷം ഈ അഭിഷേകത്തിൽ നടന്ന ആളായിരിക്കും. പക്ഷെ പാപം ചെയ്തു, രഹസ്യപാപം ചെയ്തപ്പോ ദൈവസാന്നിധ്യം പോയി, പരിശുദ്ധാത്മ വിട്ടുപോയി. പക്ഷെ ഓർമ്മയിൽ കിടക്കുന്ന അന്യ ഭാഷ പറയും. അവനും പെന്തിക്കോസ് പോലെ കാണുന്നത്. ഇന്നത്തെ തലമുറ കാണുമ്പോൾ അയ്യോ ഇവരിങ്ങനാണോ. പ്രിയരെ, എനിക്ക് പറയാനുള്ളത് അത് ഒറിജിനൽ ആയിരുന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഓർമ്മയിൽ കിടക്കുന്ന പറയുന്നത്. അപ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് റീചാർജ് ചെയ്യുവാൻ വിശ്വസിക്കും. നിങ്ങൾക്ക് വേണ്ടി യാവരിക്കുന്നതിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് അറിയേണ്ടത് പൗലോസ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് ജനം അന്നത്തേക്കാൾ ഇന്നത്തേക്കാൾ എത്ര ശ്രേഷ്ഠമായിരുന്ന അന്നല്ലേ. വീണ്ടും പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഈ ഉപവാസപ്രാർത്ഥന ചോദിക്കുമോ, ദൈവമേ എനിക്ക് അത്യന്ത ശക്തിയുടെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണമേ. സ്തോത്രം. എനിക്ക് ഒന്നുകൂടെ അനുഭവിക്കുവാൻ ഈ രാത്രി അതിനായി ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. 100 വാക്യോട് വായിക്കാം. അവ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യം വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ തന്റെ കാൽ പ്രകാരം അവൻ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചുമിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കറുത്ത ബോഡി, ബലഹീനമായ ബോഡി സ്വപ്നം വീണ്ടും ജനിക്കപ്പെട്ടോടല്ലേ ഉള്ളിലിരിക്കുന്ന മഹത്വമായ തേജസ് ഇത് ഒറിജിനലായി എന്ന് വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്തത്, ബലഹീനമില്ലാത്തത്, അശുദ്ധിയില്ലാത്തത്, വാടിപ്പോകാത്തത്, തളർന്നു പോകാത്ത ഒരു ബോഡി നമുക്ക് ലഭിക്കാൻ പോകുന്ന കാലം അതിവിദൂരമല്ല. ഹലോ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. സ്തോത്രം. എന്റെയും നിങ്ങളുടെ അകത്തിരിക്കുന്ന മഹത്വപൂർണമായ തേജസ്സിനായി സ്തോത്രം പറയും. അപ്പോൾ ദൈവം ഈ ദുഷ്ടലോകത്തിൽ ദൈവം നിങ്ങളെ മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തിക്കായി സ്തോത്രം പറയുകയാണ്. ഒരു ശ്രേഷ്ഠമായത് വെളിപ്പെടാനുണ്ട് ഈ വ്യാപാര ശക്തിയാൽ. സ്തോത്രം. ആമേൻ. കോവിഡ് വന്നാലും പ്രതികൂലം വന്നാലും എന്തു വന്നാലും നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവശക്തി. ഉറക്കെ പറഞ്ഞാട്ടെ, സൂക്ഷിക്കുന്ന ദൈവശക്തി. സ്തോത്രം. സൂക്ഷിക്കുന്ന ദൈവശക്തി. ആമേൻ. ദൈവശക്തിയാൽ സൂക്ഷിച്ചിരിക്കുക. അതിനെ വാട്ടമില്ലാത്തവർ പ്രാപിക്കുവാൻ, മാലിന്യമില്ലാത്തവർ പ്രാപിക്കുവാൻ, ബലഹീനമില്ലാത്തവർ പ്രാപിക്കുവാൻ. അതിനായി വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളെ അവൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് പ്രാപിച്ചവർക്ക് അറിയാം ഇതിന്റെ മഹത്വം എത്ര വലുതാണെന്ന്. സ്തോത്രം. ആ മഹത്വത്തിനായി ഞാൻ സ്തോത്രം പറയുകയാണ്. ആമേൻ. ഞാൻ മടങ്ങി വരുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളവന്റെ ശക്തി. സ്തോത്രം. അത് ഈ റോമാലേഖനം 15-ന്റെ 13-ാം വാക്യോട് വായിച്ചേ. റോമൻ 15-13. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാനാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയുടെ സമൃദ്ധി, പ്രത്യാശ നൽകും ദൈവം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്തോ ലഭിക്കും? പ്രത്യാശയുടെ സമൃദ്ധി. അയ്യോ, ചില മുഖങ്ങളെ നോക്കുമ്പോ അയ്യോ എന്തായിത്തീരും, എന്താ ലോകം എന്തായിത്തീരും, അയ്യോ ഇനി കോവിഡ് എത്ര കാലം ഉണ്ട്, ഇനി നാട്ടിലേക്ക് വരാൻ പറ്റുമോ, ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. നാസർ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റുന്നില്ല. ഇതെന്തായിത്തീരും? മക്കളെ കാണാൻ പറ്റുമോ? പോയ 14 ദിവസം ക്വാറന്റീൻ ഇരിക്കണം, ഇങ്ങോട്ട് വന്നാൽ ഇവിടെ 14 ദിവസം ക്വാറന്റീൻ ഇരിക്കണം. അയ്യോ സ്വപ്ന, ഇതെന്തായിത്തീരും? സ്വപ്ന, ഇങ്ങനെയൊക്കെ യാതൊലപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിലെ നിങ്ങളുള്ള പരിശുദ്ധാത്മാവിനാൽ പ്രത്യാശയുടെ സമൃദ്ധി. ഈ ഉപവാസ പ്രാർത്ഥനയിലെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യാശയുടെ സമൃദ്ധി? കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. പ്രവചനങ്ങളും വെളിപ്പാടും ഒക്കെ നടക്കട്ടെ, മാറ്റം നടക്കട്ടെ. ഈ 10-15 ദിവസമായിട്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധസ്തുതികൾ, ഭൂകമ്പങ്ങൾ, ആമേൻ, പക്ഷിക്ഷാമങ്ങൾ, വെട്ടുകിളി സംഹാരം, അല്ലേ സ്വപ്നം, ഇപ്പോഴത്തെ പകർച്ചവ്യാധി, ഇതെല്ലാം കൊണ്ട് ലോക നേതാക്കന്മാർ അസ്വസ്ഥരാണ്.
ഒരു ഭരണം നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്നാൽ ഓർത്തോണം, ഒരു കൂട്ടം ദൈവജനത്തിന് ഈ ലോകത്തിൽ പ്രത്യാശയുടെ സാർഥി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിരാശപ്പെട്ടിരിക്കല്ലേ എന്നേക്കുന്ന സഹോദരി സഹോദരന്മാരെ, പാസ്റ്റേഴ്സ്, ഈ രാത്രി പ്രത്യാശയുടെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ മറ്റൊരുവനെയും കൂടെ വിലപ്പെടുത്തുവാൻ നിങ്ങളുടെ ശുശ്രൂഷയാൽ, നിങ്ങളുടെ ബൈബിൾ ക്ലാസ്സിനാൽ, നിങ്ങളുടെ ശുശ്രൂഷകളാൽ, നിങ്ങളുടെ ഉപദേശത്താൽ, നിങ്ങളുടെ പ്രസംഗത്താൽ മറ്റൊരുത്തിനെയും കൂടെ ജീവിപ്പിക്കുന്ന അഭിഷേക മഹത്വം നിന്റെ നാവിലൂടെ ഒഴുകി വരട്ടെ. ആ പ്രത്യാശയുടെ സമൃദ്ധിയിൽ അവൻ ദൈവം ശക്തിക്കായി സൂക്ഷിക്കാൻ ശക്തി തന്ന ദൈവം എന്തിനാണ് ഈ വ്യാപാര ശക്തി? പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ. ആമേൻ, സ്തോത്രം. പിന്നെ നമുക്ക് വായിക്കുമ്പോ ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് മടങ്ങി വരാം. 3:21 വാക്യം. ഫിലിപ്പിയർ 3:21 വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ലോകത്തിന് മനസ്സിലാകാൻ പറ്റുന്ന കാര്യമാണ് രൂപാന്തരം. ഈ ബോഡി നമ്മുടെ താഴ്ചയുള്ള ശരീരമാണിത്. അവൻ ഈ വ്യാപാര ശക്തി കൊണ്ട് കാൽവരി ക്രൂശിൽ അവൻ മരണത്തെ ജയിച്ചവന്റെ ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന രൂപാന്തരത്തിന്റെ ശക്തിക്കായി സ്തോത്രം പറയുകയാണെന്ന്. ഹല്ലേലൂയ. കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ ഇത് സംഭവിക്കാൻ ദിവസം വരാൻ പോകുകയാണ്. ആരാണ് ഈ ശക്തി തരുന്നവൻ? ഭൂമിയിൽ വെച്ച് മനുഷ്യപുത്രനായ യേശു ക്രിസ്തു അവന്റെ ജഡാവതാരത്തിൽ കന്യകാമറിയത്തിൽ അത്യന്ത ശക്തിയാൽ ജനിക്കപ്പെട്ടു. അല്ലേ? യേശു ക്രിസ്തു ആത്മാവിലും ജ്ഞാനത്തിലും വളർന്നു എന്നാണ് ദൈവവചനം. യേശുവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് യോർദാൻ കടലിൽ വെച്ച് യേശു ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് പോയി. 40 ദിവസം ഉപവാസ പ്രാർത്ഥന. അല്ലേ? അവൻ ഒരു ഭാഗത്ത് വായിക്കുന്നത് മൃഗങ്ങളോട് കൂടി ഉപവാസ പ്രാർത്ഥന. ഉപവാസം എന്ന് പറയുമ്പോൾ നോക്കുന്നത് ചെറിയൊരു കാര്യമല്ല. നീ ഒരു നേരം കഴിച്ചോ ഫുള്ളാണോ എനിക്കറിയത്തില്ല, പൂർണ്ണമാണ് ഞാൻ വിശ്വസിക്കുകയാണ്. പല ഫൈറ്റിംഗ് ഉള്ള മേഖലയാണിത്. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിനകത്ത്, സമൂഹത്തിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, മനസ്സ് മടിപ്പിക്കാൻ പിശാച് പല നിലയിൽ പോരാടും. എന്നെ യേശു ആ പരീക്ഷകളെല്ലാം ജയിച്ചില്ലേ? ഈ പാസ്റ്റിംബർ 40 ദിവസക്കാലം ചില പരീക്ഷകൾ ജയിക്കട്ടെ. വായും കൂട്ടിയിരിക്കാതെ ആത്മാവിന്റെ സ്തോത്രം പറഞ്ഞ് ജീവിതത്തെ ബലപ്പെടും. ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുക. ചില പരീക്ഷകൾ അഴിഞ്ഞു പോകട്ടെ. ആമേ, ശുശ്രൂഷയിൽ ചില ശോഭ ഉണ്ടാകട്ടെ. തിളക്കമാർ നീയപ്പെടും. ബുദ്ധിയുടെ പ്രമാണങ്ങളെ വിട്ടുകളഞ്ഞ് ആത്മാവിന്റെ തേജസ്സിന്റെ അഭിഷേകം വെളിപ്പെട്ട് നമ്മുടെ സിദ്ധിതാവും നമ്മളെ വിളിച്ചവനുമായ മഹത്വമുള്ള പിതാവ് അവന്റെ ശക്തി യേശുവിൽ ക്രിസ്തുവിൽ പകർന്നു. 40 ദിവസം ഉപവാസ പ്രാർത്ഥന. മരുഭൂമിയിലെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓർത്തോണ്ട് യുവാസ പ്രാർത്ഥന അങ്ങനെയുള്ള ചില ഫൈറ്റിംഗ് ഒക്കെ വരുവേ. ഇത് അനുഭവം കൊണ്ട് പറയുക. സ്വത്രം. ഇരിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. ഇരുന്ന് കഴിയുമ്പോൾ വാക്ക് തർക്കം ഉണ്ടാക്കാനൊക്കെ സാത്താൻ നോക്കും. ചെറിയ കാര്യം കൊണ്ട് നീ പ്രാപിച്ച് ഉടയ്ക്കാൻ നോക്കും. മോശ പർവ്വതത്തിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് താഴോട്ട് വന്നപ്പോ ജനം കെട്ടഴിയപ്പെട്ടവരായി പോയി. പ്രമാണം വിട്ടുപോയി. ഒരു കാളക്കെട്ടിന് മുമ്പിൽ നൃത്തം ചെയ്യുന്നു. ആമേ, തനിക്ക് കോപമുണ്ടായി. ചെയ്തു, കൽപ്പലക എറിഞ്ഞുടച്ചു. പ്രാപിച്ചത് മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞു. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ കർത്താവിന് പ്രാപിച്ചു തോന്നും ചെറിയ കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ കൊണ്ട് കർത്താവിന്റെ കൃപ പൊട്ടിക്കരുത് പ്രിയരെ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഫാസ്റ്റിംഗ് പ്രയറിന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഒരു ചെറിയ പരിപാടിയല്ല, ഒരു സ്പിരിച്വൽ വാറാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ആത്മാവിന്റെ ആരാധന, ആത്മാവിന്റെ പ്രാർത്ഥന, ആത്മാവിന്റെ ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരട്ടെ. ചില പരീക്ഷകളെ ജയിപ്പാൻ, ചില തന്ത്രങ്ങളെ ജയിപ്പാൻ ആമേൻ യേശു ക്രിസ്തു ആത്മാവിന്റെ ശക്തിയോട് ഗലീലയിലേക്ക് പോയില്ലേ ശുശ്രൂഷയ്ക്ക്. സ്വപ്നം. യേശു ക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചത് ആത്മാവിന്റെ ശക്തിയാലല്ലേ? സ്വപ്നം. യേശു ക്രിസ്തു ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കി. ആ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോ പരിശന്മാര് സമൂഹത്തിൽ അങ്ങനെ പറഞ്ഞു, ഇവൻ ഭൂതം കൊണ്ട് ഭൂതത്തെ പുറത്താക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
അത് തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, നീ ഇപ്പൊ ഗതികളോ അത് പറഞ്ഞ പോലെയുള്ളൂ. യേശു അങ്ങനല്ല. യേശു ഭൂതത്തെ പുറത്താക്കിയ പൂർണ്ണമായി മാറ്റൂ. ഈ ഫാസ്റ്റിംഗ് പറയിൽ പൂർണ്ണാത്മാവിന്റെ വ്യാപാരങ്ങൾ ആ കുടുംബത്തിന്റെ അകത്തും ആ ജീവിതത്തിൽ നിന്നും അഴിഞ്ഞു മാറട്ടെ. ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ചില വ്യാപാരങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി ഞാൻ കാണുകയാ. ദുർസ്വപ്നം കൊണ്ടുവന്ന, ഭയം കൊണ്ടുവന്ന നിന്റെ ബോഡിയെ വീക്കാക്കാൻ ബലഹീനപ്പെടുന്ന വ്യാപാരങ്ങൾ യേശുവിൽ അഴിയട്ടെ. അധികാരത്തിന് ശുശ്രൂഷകൾ യേശുവിന്റെ ഫാസ്റ്റിംഗ് പറയാൻ ശേഷം തുടങ്ങിയ അധികാര ശുശ്രൂഷകളാണ്. ഈ ഫാസ്റ്റിംഗ് പറയിലൂടെ വെളിപ്പെട്ട് വരേണ്ടത് അധികാരത്തിന്റെ പ്രവൃത്തികൾ, അധികാര ശുശ്രൂഷകൾ. എന്റെ സ്ഥലം കായംകുളത്താന്ന് ഇവിടെ അറിയാമല്ലോ പലർക്കും. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റിംഗ് നടന്നത് കായംകുളത്താണ്. അത് ഞങ്ങളുടെ കാലത്തിന് മുമ്പ് പത്തീച്ചർ യോനാച്ചൻ പാസ്റ്റർ കാലത്ത് ശമരുടി പാസ്റ്റർക്ക് അറിയാം. ദീർഘദിവസത്തെ ഉപവാസങ്ങൾ 40 ദിവസം, എല്ലാ വർഷവും 2, 3, 40 ദിവസം. പത്തീച്ചർ യോനാച്ചൻ പാസ്റ്റർ, മകൻ ജോർജ് കുട്ടി പാസ്റ്റർ, അദ്ദേഹത്തിന്റെ വൈഫ് കുട്ടമ്മ പ്രവാസിക്ക് 40 ദിവസം ഒരു പാസ്റ്റർ ഭാര്യ 40 ദിവസം 2, 3 ഇരിക്കും. എന്നാ കൃപാവരങ്ങളാണ് വെളിപ്പെടുന്നത്. ഒരാൾ വീട്ടിൽ നിന്നേ വരുമ്പോഴേ അഡ്രസ് വെളിപ്പെടും. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നീ പാസ്റ്റർ ഭാര്യയാണെങ്കിൽ നിന്നോട് ദൂത് വെളിപ്പെടുത്തുകയാണ്. സ്വപ്നം ഒരു കൃപാവര ശുശ്രൂഷയ്ക്കായി സഹോദരിയെ നീ ഒരുങ്ങണം. യേശുവിന്റെ നാമത്തിൽ ഒരു വെളിപ്പാടിന്റെ അധികാരത്തിനായി യേശു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷകൾ, ചങ്ങലെ കൊണ്ട് കെട്ടപ്പെട്ടവരെ അഴിച്ചെടുക്കുന്ന ശുശ്രൂഷകൾ. അങ്ങനെയാണ് കായംകുളത്ത് സഭ പണിയപ്പെട്ടത്. ഒരു കാലത്ത് കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ അറിഞ്ഞത്. ഇന്ന് കായംകുളം അറിയപ്പെടുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ പേരിലല്ല, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പേരില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഭക്തന്മാർ എവിടെയുണ്ടോ അവിടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ദൈവമഹത്വത്തിനെ സ്തോത്രം പറയുന്ന രാത്രിയിൽ ആ പ്രദേശത്ത് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദേശമേ, ആ ദേശത്തൊരു വിടുതൽ ഈ ഫാസ്റ്റിംഗ് വെളിപ്പെട്ടു വരട്ടെ. ആ ഫാസ്റ്റിംഗിലൂടെ വ്യാപരിച്ച ദൈവശക്തി യേശുക്രിസ്തു പോയ മേഖലയിൽ എന്തെല്ലാം സംഭവിച്ചു. സ്വപ്നം 5 അപ്പം കാനാവിലെ പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, കടൽ മീതെ നടന്നു. ദൈവത്തിലെ ഈ ഫാസ്റ്റിംഗിലൂടെ വെളിപ്പെടാൻ പോകുന്ന ദൈവ നിയോഗങ്ങളുണ്ട്. വിവേചിച്ചോണം, വെളിപ്പെട്ടു വരാൻ പോയാ. സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ നിന്റെ ബോഡിയുടെ മേൽ, നിന്റെ മേൽ ആത്മാവിന്റെ തലം വെളിപ്പെടുത്തി കാണുകയാണ്. ചൂടാബ ശബ്ദല് ഒരു സന്തോഷം ഇവിടെ എഴുതി കാണിക്കുന്ന സന്തോഷ്. ആ സന്തോഷ് ആരാണ്? സന്തോഷ് ദൈവാസനെ വിശ്വസിക്കുക. ആ കുടുംബത്തിന്മേൽ ദൈവ സാന്നിധ്യ സഹോദരി നിന്റെ മേൽ പ്രത്യേക വെളിപ്പാട് പകരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിശേഷപ്പെട്ട വെളിപ്പാട്, ഒരു ബ്രാക്കറ്റ് കാലം കൂടെ നിന്നെ ആ ദേശം നിർത്തിയിട്ട് ഒരു പുതുമേറിയ അഭിഷേകം, ഒരു പുതുമേറിയ ശുശ്രൂഷ, ഒരു പുതുമേറിയ വെളിപ്പാട്, ദൈവത്തിന്റെ നിയോഗഹാരവ, ഒരു അസാധാരണ കഴിവ് നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്നത്. ഞാൻ എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് ഉയർത്തപ്പെടുവാൻ ഒരു കാട് പിടിച്ച ദേശത്തേക്ക്, വെളിച്ചമില്ലാത്തൊരു സ്ഥലത്തേക്ക് ദൈവം അയക്കുകയും ആ കാട് വെട്ടി തെളിച്ചോളം മഹത്വമാവുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നിന്നെ കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കും. യേശു നാമം ഒരു പട്ടണത്തിന്റെ പേരിൽ അറിയപ്പെടും. യേശുവിന്റെ നാമത്തിൽ ആ ദേശത്ത് തന്നെ ക്രിയാത്മകമായ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഇന്ത്യയിലും ദൈവത്തിന്റെ പ്രവർത്തിക്ക്, ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ദൈവപ്രവർത്തിക്ക്, ചില പട്ടണങ്ങളിൽ ഉൾപ്രദേശങ്ങളിലെ ദൈവപ്രവർത്തിക്ക്, നിന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ശ്രദ്ധത ഒരു അന്ത്യകാല അഭിഷേകത്തിനായി രാത്രിയിൽ ഈ പാശ്ചിമ നിയോഗം ഏൽപ്പിക്കപ്പെടുമെങ്കിൽ അതിന്റെ പകർച്ചയ്ക്കായി സ്വപ്നം പറയാ. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ, കയ്പിന്റെ ആഴങ്ങളിലൂടെ കടന്നുപോയ ജീവിതമേ, ദൈവാത്മ ഇടപെടുന്ന ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം നിന്റെ ദൈവമാണ്. ഇനിയും മാറ്റത്തിൽ നടക്കുമോ? ഇനി അതിന്റെ പൂർണ്ണത കാണാൻ കഴിയുമോ? അതിൽ ദൈവാത്മ ഓർപ്പിച്ചു പറയുകയാണ്, വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും.
ഉള്ളം തിങ്ങി നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ ഉടമ്പടി ചെയ്യാൻ ഇടപെടുകയാണ്. ഒരു അസാധാരണ ശുശ്രൂഷയോടുകൂടിയും ഒരു വാഗ്ദത്തം നിയോമിന്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെടുവെന്ന് ദൈവാത്മാവിടുന്നു. സ്വത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഈ ഫാസ്റ്റിംഗ് പ്രയറിലൂടെ കടന്നുപോയവനാ അല്ലെ. നമ്മുടെ കർത്താവ് കാണിച്ച നല്ല മാതൃക ഉപവാസവും പ്രാർത്ഥനയും. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാണപ്രിയന് ഉപവാസം ആവശ്യമായിരുന്നെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്ര ആവശ്യം ഉപവാസവും പ്രാർത്ഥനയും. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകില്ല പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അഴിയപ്പെടാത്ത ചില കേസുകൾ അഴിയപ്പെടും. മനുഷ്യപുത്രം വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ യേശുവിന്റെ നാമത്തിൽ ചിലത് അഴിയപ്പെടട്ടെ. കുടുംബങ്ങളെ കെട്ടിവെച്ചത്, ആ ദേശത്ത് വിടുവിക്കപ്പെടാൻ കഴിയാതെ കെട്ടിവെച്ചത് യേശു നാമത്തിൽ അഴിയപ്പെടട്ടെ. ഇന്ന് വരാം, നാളെ വരാം, ഇന്ന് വരാം, നാളെ വരാം, നാളെ സൂം മീറ്റിംഗ് ആണ്, അടുത്ത ദിവസം വരാം എന്നൊക്കെ വാക്ക് പറഞ്ഞ് മാറി മാറി പോകുന്ന ജീവിതങ്ങളെ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ചില കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഈ ഫാസ്റ്റിംഗ് ദൈവം അഴിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തോത്രം പറയുകയാണല്ലേ. യേശുക്രിസ്തു ആത്മാവിൽ ഞരങ്ങി. യേശുക്രിസ്തു ആത്മാവിൽ ഞരങ്ങി. മനുഷ്യ ശരീരത്തിൽ മനുഷ്യനായി വസിക്കുന്ന കാലത്ത് ഞരങ്ങി. ആ ജീവിതത്തിൽ ഞരക്കവും ഭാരമൊക്കെ വരുമെങ്കിലും ഈ ആത്മാവിന്റെ ഞരക്കവും പ്രത്യേക ഞരക്കമാണ്. അതിന്മേലും ദൈവത്തിന് നീതി വെളിപ്പെടാൻ പോവാ. യേശുക്രിസ്തു ആത്മാവിൽ ആനന്ദിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിലെ ഈ സൂം മീറ്റിംഗ് കഴിയുമ്പോ ഒറ്റയ്ക്കിരിക്കുന്നത് പ്രാർത്ഥിക്കണം. ആത്മാവിലെ കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. അന്യഭാഷ പാടണം. ആത്മാവിൽ ആനന്ദിക്കണം. വെളിപ്പാടുകളെ ചുരുളടിയുന്നത് പോലെ നിനക്ക് ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുക. ഇന്ന് 16 ദിവസമായുള്ളൂ. ഇനി 24 ദിവസമുണ്ട്. ഈ സ്വർഗീയ നിമിഷങ്ങൾ, സ്വർഗീയ തേജസ്സിന്റെ ബെഡ്റൂമിൽ ഇറങ്ങി വരുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ ആകട്ടെ. ആത്മാവിൽ നിന്ന് പാടുവാൻ ഹല്ലേലൂയ ഈ ആത്മാവിന്റെ തേജസ് രാത്രി അനുഭവിക്കട്ടെ. ആരെങ്കിലും പാട്ടുപാടിയും ആരാധിപ്പിക്കുമ്പോൾ ഒരു ആരാധനയല്ല. പ്രസംഗിക്കുമ്പോൾ കൈയടി മാത്രമല്ല, വ്യക്തിപരമായി ആത്മാവിൽ ആനന്ദിക്കുക. ഈ ആവാര ശക്തി ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കപ്പെടുള്ളൂ. പ്രയാസങ്ങളും പ്രതികൂലം, ഒരുപക്ഷെ കോവിഡ് നിനക്ക് വന്നാലും നിനക്കൊരു വാറ്റത്തോടൊന്നും തട്ടിപ്പോകത്തില്ല കേട്ടോ. നീ രാത്രി വിശ്വസിക്ക്. നിന്റെ ബോഡിയുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അതൊരു പനി പോലെ, ഒരു തുമ്മല് പോലൊക്കെ വന്ന് പോകത്തുള്ളൂ. നിന്നെ മരണം കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. നിന്നെ മറയ്ക്കുന്നു ദൈവശക്തിക്കായി സ്തോത്രം പറയുക. ആത്മാവിൽ ആനന്ദിച്ചു. ഒത്തിരി കാര്യം പറയുന്ന കാര്യത്തിൽ യേശുക്രിസ്തു ആത്മാവിൽ ക്രൂശിക്കപ്പെട്ടു. യേശുക്രിസ്തു ആത്മാവിനാ ക്രൂശിക്കപ്പെട്ടത്. നിത്യാത്മാവിനാൽ അവൻ ക്രൂശിതനായി. യേശുക്രിസ്തു ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു അല്ലേ. യേശുക്രിസ്തു അതാണ് റോമർ 8:15 വായിക്കുമ്പോൾ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മണത്തുയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് മർത്തി ശരീരങ്ങൾ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. 3 ദൂതനകത്തുണ്ട്. സ്തോത്രം. ഒന്ന്, ഈ വർത്തമാന കാലത്ത് കേടുപിടിച്ച അവയവങ്ങളെ ജീവിപ്പിക്കുമമ്മ. തീർത്തും ബലഹീനമായി പോയതാ, ബോഡി ക്ഷീണിച്ചു പോയതാ, അല്ലെങ്കിൽ പാലസ് ആയി പോയതാ, ഇനി എഴുന്നേക്കപ്പില്ലെന്ന് പറഞ്ഞതാ, ഇനി നിർജീവാസയാ, ഇനി ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ നിന്റെ ബോഡി വീക്കായി പോയതാ. പക്ഷെ ആത്മാവിന്റെ ശക്തിയാൽ നിന്റെ ബോഡിയെ ജീവിപ്പിച്ചതിനെ, ആ കേടുമാറ്റിയെ സൃഷ്ടിപ്പിച്ച ദൈവശക്തിയായി സ്തോത്രം പറയുകയാ. അയ്യോ, എനിക്ക് ഒരു ദിവസം പോലും ഉപവസിക്കാൻ കഴിയുമോ? എനിക്ക് ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാൻ കഴിയുമോ? എനിക്ക് ഒരു ദിവസമെങ്കിലും ഉപവസിക്കാൻ കഴിയുമോ? നീ ഭാരപ്പെട്ടവളല്ലേ? സഹോദരി സഹോദരന്മാരെ, രാത്രിയോട് ജനോട് ദൂത് പറയുകയാണ്. നിന്റെ ബലഹീന ശരീരത്തിൽ കേടുപിടിച്ച അവയവങ്ങളെ സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പാസ്റ്റിംബർ അത് സംഭവിക്കണം. ചില കേടുപിടിച്ച കിഡ്നി, കേടുപിടിച്ച ഹാർട്ട്, കേടുപിടിച്ച ലിവർ, യേശുവിന്റെ നാമത്തിൽ ചില കേടുപിടിച്ചതിന്റെ മേൽ ദൈവാത്മാവിന്റെ ശക്തി രാത്രി വ്യാപരിക്കാൻ. ഓ
അന്തര ബന്ധര ധൂലത അന്തന ബന്ധര ധൂലത വൈശപ്രവാദ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയാൽ കേടുമാറ്റും. ആത്മാവിന്റെ ശക്തിയാൽ കേടുമാറ്റും. സ്വപ്നം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചിട്ടാണോ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർദ്ദ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആമേൻ ആമേൻ. ജീവിപ്പിക്കുന്ന ദൈവാത്മാവ്, രൂപാന്തരപ്പെടുന്ന ദൈവാത്മാവ്, ഒരു പുതിയ സൃഷ്ടിയാക്കുന്ന പരിശുദ്ധാത്മാവ്, തേജസ്സുള്ള ശരീരമാക്കുന്ന പരിശുദ്ധാത്മാവ്, തേജസ്സിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കിയിരിക്കുമ്പോൾ ഇത് അന്യഭാഷ രൂപത്തിലൊക്കെ വരുന്നെങ്കിലും ഇതിന്റെ മഹത്വം അനുഭവിച്ചിട്ട് പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അലവട്ട വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അല്പം കൊണ്ടിരിക്കാതെ ഒരു ഇരട്ടി പങ്കിന് വേണ്ടി ഒന്ന് വ്യാപരിക്കുവാനിടയാകട്ടെ. ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങൾ വായിക്കാം, പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായത്തിൽ 20-ാം വാക്യം വായിച്ചാട്ടെ. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. അത്രയും മതി, അത്രയും അടുത്ത സമയമില്ല. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഇരിക്കുന്നവർ കേൾക്കുന്നിടത്ത് പറഞ്ഞാട്ടെ, അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഉറക്കെ പറഞ്ഞോട്ടെ, അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ വ്യാപരിക്കും ദൈവശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചെന്ന്. സ്തോത്രം. ആ വ്യാപരിച്ച അതേ ആത്മാവ് ഇന്ന് രാത്രി സൂം മീറ്റിംഗിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ. ഇത് ലോകത്തിന് മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ലോകത്തിന് മറ്റു പല നിലയിലാണ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഇന്നേക്ക് 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നൊരു സമുദായത്തിൽ, ആ സമുദായത്തിലെ വൈദികൻ കുർബാനയ്ക്ക് മുമ്പ് അവരുടെ അറിവുകൊണ്ടോ അറിവില്ലായ്മയെന്ന് എനിക്കറിയത്തില്ല, അവർ കാണിക്കുന്നത് ഈ കുർബാനയ്ക്ക് മുമ്പ് കാസായുടെ പുറത്തിറങ്ങി റൂമാൽ. ഞാൻ ആ കാലത്ത് ആ ഇടവകയിലെ ഒരു ചെറിയ ശുശ്രൂഷക്കാരനായിരുന്നു, വൈദികന്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷക്കാരൻ. അപ്പൊ ഞങ്ങളുടെ കുർബാനയ്ക്ക് മുമ്പ് ഈ കാസായുടെ പുറത്തിറങ്ങി റൂമാൽ എടുക്കും അച്ഛൻ റൂമാൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ വിറപ്പിക്കും. പരിശുദ്ധ പറഞ്ഞുകൊണ്ട് ചൊല്ലുണ്ട്. കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ല. അപ്പോ പുറകിൽ മണിയടി കിലുക്കൻ ലൈറ്റ് ധൂക്കിട്ട് വീശും, ഭയങ്കര പുക. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിക്കും തുണി പരിശുദ്ധാത്മാവിനെ ഇറക്കുകയാണെന്നാ. ഞങ്ങൾ വിചാരിച്ചു, വാസ്തവത്തിൽ സത്യമായിട്ടും ഞങ്ങൾ ചിന്തിച്ചു പരിശുദ്ധാത്മാവ് അതിലൂടെ വ്യാപരിക്കുകയാണെന്ന്. പക്ഷെ വിശ്വാസത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് തുണി കൂടെ അല്ല ആത്മാവ് വരുന്നത്, ഹൃദയം നിറഞ്ഞ് സ്ഥാപിക്കുകയാണ്. ഈ കാണിക്കുന്ന ആള് PhD കാരനായിരിക്കാം, ഡോക്ടറായിരിക്കാം, ഡോക്ടറേറ്റ് എടുത്ത ആളായിരിക്കാം, പക്ഷെ പാവത്തിന് അറിയില്ല. പക്ഷെ സാധുവായ നമുക്ക് ഈ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന ആത്മാവിന്റെ തലപ്പിനായ സ്തോത്രം പറയുകയാണ്. അത് ഞങ്ങൾ കുറെ നേരം വിറപ്പിച്ച് കാണിക്കുന്നതല്ല, അത് ശുശ്രൂഷയിൽ വെളിപ്പെടുത്തുന്ന, ആത്മഹത്യ മാറ്റുന്ന, തകർച്ച മാറ്റുന്ന, കുടുംബ പകർച്ച മാറ്റുന്ന, മദ്യപാനം മാറ്റുന്ന, കൊലപാതകത്തിന്റെ പ്രേരണ ശക്തി മാറ്റുന്ന, കുടുംബ തകർച്ച മാറ്റുന്ന ദൈവശക്തിക്കായി സ്തോത്രം പറയുകയാണ്. ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് പോഷകത്വം, രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവശക്തി. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ടൗലൊക്കെ പണ്ട് കാലത്തൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തയച്ചാൽ ആ കൊണ്ടിടുന്നിടത്ത് എന്താണ് സൗഖ്യം നടക്കുമായിരുന്നു. അതൊക്കെ എവിടെ പോയെന്നാണ് അല്ലേ? നമ്മുടെ മലയാളികളെ നടക്കുന്നില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോ എനിക്ക് 18 സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. മലയാളികളുടെ ഇത്രയും ശബ്ദത്തിനൊന്നും പ്രസംഗിക്കേണ്ട. നേരിട്ട് തട്ടിയ രോഗി സൗഖ്യമാകും, കൈ തൊട്ട് ഉയർത്തിയ ഒരു സൗഖ്യമാകും. അവരുടെ വിശ്വാസം. ഇന്ന് രാത്രിയിൽ ഇവിടെ പറയുന്ന ദൂതിന്റെ ആഴം വിശ്വസിക്കണം. വിശ്വസിക്കുന്നില്ലെങ്കിൽ 40 ദിവസത്തെ 80 പ്രസംഗം കൊണ്ടോ 85 പ്രസംഗം കൊണ്ടോ ഒരു ഗുണവും ഇല്ല പ്രിയരെ. ഇത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിപ്പിക്കാൻ പോകുന്ന ശക്തി. സഹോദരന്മാർ വർഷിപ്പ് ചെയ്യുമ്പോൾ ആ വർഷിപ്പിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി. ആത്മാവിന്റെ നടത്തിപ്പിൽ ഗാനം പാടുമ്പോൾ അതിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി. ആ ശുശ്രൂഷ ലീഡ് ചെയ്യുമ്പോൾ ആ കേൾക്കുന്ന വാചകത്തിലൂടെ വിടുതലുള്ള ശക്തി.
പ്രാർത്ഥനാ വാചകം പറയുമ്പോൾ ആ പ്രാർത്ഥനാ വാചകത്തിലൂടെ ദൈവശക്തി. ഹലോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വ്യാപാരം ഇന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഈ രാത്രിയിൽ ആ ശക്തി, ഒരു അസാധാരണ ശുശ്രൂഷ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു അസാധാരണ ശുശ്രൂഷ, ഒരു അസാധാരണ ശുശ്രൂഷ. ഞാൻ തലമുറയിൽ ഞാനും പ്രാർത്ഥിക്കും. ലോക്ക്ഡൌൺ വന്നത് ഗുണമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഗവൺമെന്റിന് വിധേയപ്പെട്ട് ജീവിക്കുന്നയാളാ. സ്വപ്നം അധികം അങ്ങനെ അധികം പുറത്തു പോകുന്നില്ല. സ്വപ്നം ഗവൺമെന്റ് പറയുന്നത് മാസ്ക് വെക്കുന്നു, കൈ കഴുകുന്നു, വീട്ടിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ കറങ്ങി നടക്കാൻ പോകത്തില്ല. ഒറ്റ പരിപാടി, പ്രാർത്ഥന, ഉപവാസം, പ്രാർത്ഥന, വേറെ പരിപാടിയില്ല. കർത്താവ് പറഞ്ഞ സകല മനുഷ്യ നിയമത്തിനും കീഴ്പ്പെടാനാ. അതുകൊണ്ട് ഞങ്ങളെ കീഴ്പ്പെട്ടിരിക്കുക. പുറത്തു വരും. എങ്ങനാ പുറത്തു വരും അറിയാമോ? കോഴി അടവെച്ചിരിക്കുക. മുട്ട 40 ദിവസം 21 ദിവസം കോഴി അടവെച്ച് അങ്ങനെ നീ വെറുതെ വരുത്തില്ല. ജീവനുള്ളതെല്ലാം പുറത്തു വരും. പുറത്തു നല്ല പൊട്ടുന്ന, അകത്തൂന്ന് പൊട്ടി വരാൻ പോവുക. നിന്നെ 40 ദിവസം അടവെച്ചിരിക്കുക, അല്ലെങ്കിൽ 21 days ഇരുത്തിയിരിക്കുക. ഇതുവരെ ഇല്ലാത്തൊരു ജീവൻ പ്രാപിച്ചുകൊണ്ട് പുതിയ സിട്ടിപ്പായി, ഒരു പുതിയ അനോയിന്റിംഗ് ആയി നീ പുറത്തു വരാൻ പോകുന്നതായി സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൽ അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ആമേ. പെട്ടെന്ന് വായിക്കാം. മർക്കോസ് സുവിശേഷം, മർക്കോസ് 5:25 വായിച്ചേ. മർക്കോസ് 5:25 പെട്ടെന്ന് വായിച്ചേ. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്ന് ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകെ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. അവിടെ രക്തസ്രവം നിന്നു. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പശ്ചാത്തലം അറിയാവുന്നല്ലോ, ഞാനങ്ങ് പറഞ്ഞു വിട്ടേക്കാം. 12 വർഷക്കാലം രക്തസ്രാവയായ സ്ത്രീ അവിടെ ഏറിയ മുതൽ, അവിടെ മുഴുവൻ മുതൽ ഇതിനുവേണ്ടി മുടക്കി. ഏറിയ വൈദ്യന്മാരെ കണ്ടു, ഒരു പ്രയോജനമില്ല. പല വൈദ്യന്മാരും മുതലെടുത്തു. അവിടെ പണമെല്ലാം നഷ്ടപ്പെട്ടു. അവൾ, നിങ്ങൾ ശ്രദ്ധിക്കുക, 12 വർഷമായി ഒരു ശരീരത്തിൽ നിന്നും ബ്ലഡ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 വർഷമായി അവിടെ ബ്ലഡ് എല്ലാം ഇല്ലാതാകുകയാണെന്ന്. അപ്പൊ അങ്ങനെ ചിന്തിക്കണം, മരണത്തോളം എത്തിയെന്ന്. ഇവിടെ മരണത്തോളം എത്തിയെന്ന്. യേശുവിന്റെ നാമത്തിൽ കൂടെ മരണത്തിനും ജീവനും നായകനായി ക്രിസ്തുവിനെ അവൾ കണ്ടെത്തിയപ്പോൾ അവൾക്ക് അടുത്തിയെല്ലാം പറ്റത്തില്ല. യഹൂദന്റെ ഭാഷയിൽ, പരീശന്മാരുടെയും സദൂക്യരുടെയും ഭാഷയിൽ ഈ രക്തസ്രാവക്കാരിക്ക് അടുത്തെല്ലാം പറ്റില്ല. പക്ഷെ അവരുടെ ഭാഷയിൽ ഞാൻ ബൈബിൾ ഒരു പുസ്തകത്തിൽ വായിച്ചത്, അവൾ ഇടഞ്ഞും നീങ്ങിയും ഈ പുരുഷാരത്തിന് നടുവിൽ നടക്കാൻ നിലവില്ല. അവൾ ആകെ വിരളിച്ചു, അവൾ ക്ഷയിച്ചു, നടക്കാൻ പ്രാപ്തിയില്ല. എഴഞ്ഞും മുട്ടുമേൽ എഴഞ്ഞും ഈ പുരുഷാരത്തിടയ്ക്കൊഴി ചെന്ന് യേശുവിന്റെ ആ നീളമുള്ള കുപ്പായത്തിന് തൊട്ടു അറ്റത്ത് യേശുവിന്റെ ശക്തി പുറപ്പെട്ടെന്ന്. വിടുതൽ ക്ഷണനേരത്ത് വെളിപ്പെടുന്ന അനുവൈന്തി ഈ രാത്രി സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ വാസ പ്രാർത്ഥനയിൽ, ഈ തിരക്കുള്ള ലോകത്തിൽ യേശുവിനെ തൊടാൻ ആര് തയ്യാറാകും? അവങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടാൻ പോകുകയാണ്. അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ച ദൈവശക്തി രക്തസ്രാവക്കാരിലേക്ക് വ്യാപരിച്ചു, സൗഖ്യത്തിനായി. കർത്താവ് പറഞ്ഞു, എന്നെ ആരാ തൊട്ടെ? ശിഷ്യന്മാര് പത്രോസ് എന്തോ യേശുവെ നീ പറയുന്നേ? ഇത്രയും പുരുഷന്മാർ നിന്നെ തൊട്ടോണ്ടിരിക്കുകയല്ലേ? അതല്ലല്ല, ഈ പാസിംബറൊക്കെ ഒത്തിരി പേര് സൂം മീറ്റിങ്ങിലൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ തൊടുന്നവരുടെ മേൽ അതയ്യപ്പെടുത്തി വെളിപ്പെടാൻ പോകുന്നേ. ആമേൻ. കർത്താവിനെ തൊടുവാൻ രാത്രി ആർക്കും മനസ്സുണ്ട്? അവന് ശക്തി പുറപ്പെടാൻ പോകുകയാ. ഒരു അസാധാരണ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി. പണം നഷ്ടമുണ്ടാക്കി, നന്മ നഷ്ടമുണ്ടാക്കി, ഏറിയ ദുഃഖത്തിലും നിരാശയിലും ആമേൻ മരണഭീതിയിലുമായിരിക്കുന്ന ജീവിതമേ, ഈ രാത്രി മരണഭയം മാറ്റുന്ന, നിരാശ മാറ്റുന്ന ദൈവ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കാൻ പോകുന്നതിനായി സ്തോത്രം പറയുകയാണ്. ഓ, നീ രോഗശാന്തിക്ക് വേണ്ടി വ്യാപരിക്കും ദൈവ ശക്തി
ഈ രാത്രി അവനെ തൊടുന്ന ഈ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ആ ശക്തിക്ക് വേണ്ടി നീ അറിയാത്തൊരു അത്ഭുത ശക്തി നിന്റെ മേൽ വരാൻ പോകുകയാ. സ്വപ്നം കർത്താവ് പറഞ്ഞു, അല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടല്ലോ. ആവശ്യക്കാരന് വേണ്ടി ഈ അത്യന്ത ശക്തി, ഡുനാമിസ് പവർ, ഡിവൈൻ പവർ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടാൻ പോകുന്നതായി സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി യേശുവിനെ രാത്രി തൊടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ മനസ്സുകൊണ്ട്, യേശുവേ, എന്റെ വിഷയത്തിൽ നിന്റെ ശക്തി ആവശ്യമാണ്, എന്റെ വിഷയത്തിൽ നിന്റെ ശക്തി ആവശ്യമാണ്. അനേക സ്ഥലങ്ങളിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്, അനേക ഇടങ്ങളിൽ പരാജയപ്പെട്ടു. കർത്താവേ, ഏറിയ പണവും നഷ്ടപ്പെട്ടു, എനിക്കൊരു വിടുതലുമില്ല. ഈ രാത്രി അവന്റെ സന്നിധിയിലെങ്കിൽ ചെല്ലുന്നെങ്കിൽ ഇതിനെ സ്പെഷ്യലായി അറിയുന്നവൻ, ഹല്ലേലൂയ, അഗ്നിയാളയ്ക്ക് കണ്ണുള്ളവൻ, അവൻ എത്ര തിരക്ക്, എത്ര നിലവിളി, എത്ര ഉയർന്ന പ്രാർത്ഥന ലോകം മുഴുവൻ ഉയർത്തിയാൽ 800 കോടി മനുഷ്യരെയും സ്പെഷ്യലായി ഓരോരുത്തരുടെയും പേരറിയാവുന്നവൻ ഈ രാത്രി ദൈവം ഇടപെടുകയാണ്. നിന്നെ വിടുവിക്കുവാൻ ഈ രാത്രി ഉണ്ട്. യേശു വന്നിട്ടുണ്ട്. അവന്റെ മഹത്വം അനുഭവിക്കാൻ എത്ര പേരുണ്ട്? കരമുയർത്തി സ്വപ്നം പറഞ്ഞാൽ ഹല്ലേലൂയ. ഈ ശക്തി അവൻ വിടുതൽ അനുഭവിച്ചു. അവൻ ശരീരത്തിൽ അനുഭവിച്ചെന്നാ കേട്ടോ. ഇത് ശരീരത്തിൽ അനുഭവിക്കണം. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി, ഈ അളവറ്റ ശക്തി ഇത് ശരീരം കൊണ്ടൊന്ന് അനുഭവിക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? എത്ര തയ്യാറുണ്ട്? നമ്മൾ ഏതാണ്ട് 12,000 മൈൽ അകലെയാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? എങ്കിൽ അല്ലെങ്കിൽ അവൻ 3000 അല്ലെങ്കിൽ സ്വപ്നം 16,000 അല്ലെങ്കിൽ എത്രയാകട്ടെ മൈലിന് അകലെ നമ്മൾ ഇരിക്കുകയാണെങ്കിലും അത് അവിടുത്തെ അപ്പുറവുമായി കവഞ്ഞുവരുന്ന വ്യാപാര ശക്തിയെ ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു. ഈ രാത്രി ദൈവ ശക്തിയുടെ വ്യാപാരം നിന്റെ മനുഷ്യരത്തിൽ അനുഭവിക്കട്ടെ. ആ കേട് മാറ്റുന്ന നിന്റെ ശരീരം കൊണ്ട് ഈ ശക്തി അനുഭവിക്കുവാൻ ശക്തി നിന്റെ ശരീരം കൊണ്ട് അനുഭവിക്കട്ടെ. സഹോദരി, അവൾ ശരീരം കൊണ്ട് അനുഭവിച്ചു വിടുതൽ. 100 പേരെ 1000 പേരെ മുമ്പോട്ട് വിളിച്ചിട്ട് യേശു നിങ്ങളെ സൗഖ്യമാക്കിയത് പറഞ്ഞു വിടുന്ന വാക്കല്ല. അങ്ങനൊക്കെ വർഗീസ് ബേബി പറഞ്ഞാലും ഇതിന് വിടുവിക്കുന്ന യേശുവാ. പ്രസംഗന്റെ വാക്ക് മാത്രമല്ല, കേട്ടവൻ അനുഭവിച്ചെന്ന്. വിടുതലിന് ആവശ്യമുള്ളവന് ശരീരം കൊണ്ട് അനുഭവിക്കാൻ പോയി. ഇന്ന് രാത്രി നോക്കിയേ, ഈ ഫാസ്റ്റിംഗ് പറയുന്നതിൽ നിങ്ങളുടെ വിഷയത്തിന് വിടുതൽ ഉണ്ടെന്ന് അനുഭവിച്ചറിയാൻ പോകുക. എത്ര വിശ്വാസമുണ്ട്? അനുഭവിച്ചറിയാൻ പോവുക. വർഷിപ്പ് ചെയ്യുന്ന സഹോദരങ്ങളെ അനുഭവിച്ചറിയാൻ പോവുക. റഷ്യ ഒരു പുതിയ നിയോഗം, ഒരു പുതിയ ശക്തി രാത്രി അനുഭവിച്ചറിയുവാൻ യേശുവിന്റെ നാമത്തിൽ നിന്റെ വർഷിപ്പിൽ മാറ്റം വരുത്തുന്ന ഈ ഫാസ്റ്റിംഗ് പറവിൽ ഒരു പുതിയ അനുഭവത്തിൽ നമ്മെ തീച്ചൂളയിലൂടെ തന്നെ കടത്തിവിട്ട സഹോദര. മാത്യൂസേ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ആത്മാവ് ഞാൻ പേര് പറയാൻ എഴുതി കാണിക്കുന്നുണ്ട്. പേര് പറയുന്നത് മാത്യൂസ്. കൈമുക്കി കാണിച്ച് മാത്യൂസിനോട് നീ പറയുക, നീ തീച്ചൂളയുടെ പോയവനാ. തീച്ചൂളയിലൂടെ സ്വപ്നം പൈസലോ നിന്റെ കുടുംബം അറിയാതെ വീട്ടുകാരെ കടന്നുപോയ ഒരു പാവം നിനക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ തീച്ചൂള നിന്നെ മോടിയെടുത്തതായി ദൈവം കാണുന്നു. നിന്നെ ഒരു വിശേഷപ്പെട്ട അഭിഷേകപ്പാൻ ദൈവം നിറച്ചിട്ടുണ്ട്. നിന്നെ ഒറ്റപ്പെടുത്തി നിന്റെ മുമ്പിൽ നിന്നും അടച്ച ദൈവത്തിന്റെ കൈയുടെ പരിജ്ഞാനം വെളിപ്പെടുത്തി നിന്നെ ആത്മീയനാക്കി നിർത്തിയതായി സ്വപ്നം പറയണം. ഒരു കാലത്തെ അനേക തലവേദനയായി നീ പോകേണ്ടവനായിരുന്നു. എന്നാൽ നിന്നെ ഒരു മധുരവാക്കി ദൈവം നിർത്തിയിരിക്കുക. സ്വന്തം പറഞ്ഞു. ദൈവാത്മ ഇടപെടുന്നു. നീ പ്രാർത്ഥനയെ കുറച്ചുകൂടെ ബലപ്പെടണം, പ്രാർത്ഥനയെ കുറിച്ച് മുന്നേറണം, നിന്റെ സമയം കുറച്ചുകൂടെ ദിവസം ചിലവിടണം, വചനവുമായി ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ വായെ ദൈവത്തിന്റെ വായാക്കി ദൈവത്തിന്റെ ശബ്ദമാക്കി മാറ്റുന്ന ദൂതുകൾ നിന്നെ ഏൽപ്പിക്കാനുള്ള ദൈവാത്മ ഇടപെടുകയാണ്. കൊട്ടിയടക്കപ്പെട്ട വഴിയുണ്ട്. കൊട്ടിയടച്ചത് കണ്ട് ഭയപ്പെടണ്ട. ഇസ്രായേൽ മക്കൾ നിമിത്തം എരിയോ കോട്ട അകത്തൂന്ന് അടച്ച് ഉറപ്പാക്കി
എന്നാൽ ദൈവം പുറത്തുനിന്ന് തുറപ്പിച്ചതുപോലെ നിനക്കെതിരെ അടച്ചുറപ്പാക്കിയ ഒരു വിഷയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ ഫാസ്റ്റിംഗ് പറയിൽ യേശു തുറക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അതിന്റെ മഹത്വപൂർണ്ണമായി പ്രവർത്തിക്കാൻ സ്തോത്രം പറയാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക സഹോദര. ഓ റമാനമ ശബ്ദര ആമേ. യേശുവിന്റെ നാമത്തിൽ പുറകോട്ട് വിളിക്കുവാൻ ആമേ ചില വിളികൾ വരും. നീ വിട്ടുപോകരുത്. നിന്നെ ഏൽപ്പിച്ച സ്ഥലത്ത് നീ വിശ്വസ്തനായിരിക്കുക. ദൈവത്തിന്റെ കരം നിന്നോടൊപ്പം നിൽക്കും. ദൈവാത്മ ഇടപെടുകയാ. സ്തോത്രം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് പിന്നെയും പറയുകയാണ്, അവനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണമെന്ന്. ഇത് ശരീരം കൊണ്ട്. ഒരു കാലത്ത് മദ്യം, മയക്കുമരുന്ന്, അതിന്റെ പാവ സ്വഭാവങ്ങളൊക്കെ മനുഷ്യർ അനുഭവിച്ചിട്ടില്ലേ? എന്നാൽ വിശ്വാസത്തിൽ വന്ന ഭക്തന്മാരെ ഈ ശരീരം കൊണ്ട് ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് അനുഭവിക്കണമെന്ന്. അതിനായിട്ടല്ലേ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഈ സ്വർഗീയ മഹിമാധനം അനുഭവിച്ചറിയാൻ കഴിയാത്ത നിർഭാഗ്യവാനാ. ഈ അത്യന്ത പൗലോസ് പറയുക, ഈ അത്യന്ത ശക്തിയുടെ വ്യാപാരം അനുഭവിച്ചറിയേണ്ടതിന് ഈ രാത്രി അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. കർത്താവിന്റെ വരവേറ്റെടുത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ കോവിഡ് എന്താ സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയത് ഇതൊരു സൂചനയാണ്. ഒരു സൂചന എന്ന് പറഞ്ഞാൽ ആഗോള വിശ്വാസ സമൂഹത്തിന് കർത്താവ് വരാൻ പോകുന്ന ഒരു സൂചന, അതിന് ഒരുങ്ങാൻ വേണ്ടി സൂചന. രണ്ട്, ഇതിനോട് ചേർന്നൊരു കാലഘട്ടം കർത്താവ് ലോകത്തിൽ കർത്താവ് താമസിച്ചാൽ വെളിപ്പെടും. എന്താ അറിയാമോ? ആമെ ആത്മമാരി പെയ്യും. മനുഷ്യർ രൂപാന്തരപ്പെടുത്തുന്ന അത് ഓസ്ട്രേലിയയിൽ പെയ്യും, സിഡ്നിയിൽ പെയ്യും, യൂറോപ്പിൽ പെയ്യും. ഒരു സമൂഹത്തെ മടക്കി വരുത്തും. ആമെ പിതാക്കന്മാരുടെ കണ്ണുനീരിന് മറുപടി ദൈവം വെളിപ്പെടുത്തും. ഒരു തലമുറയെ ദൈവം മടക്കി വരുത്തും. അത് വെസ്റ്റേൺ കൺട്രിയിൽ വെളിപ്പെടും. ആമെ ലാറ്റിൻ അമേരിക്കയിൽ വെളിപ്പെടും. ഇന്ത്യയുടെ 28 സ്റ്റേറ്റിൽ നിന്ന് വെളിപ്പെടും. ദൈവത്തിന് മഹത്വം. പ്രൈസ് ഗോഡ്. ഒരു ആത്മമാരി പെയ്യും. അതിന്റെ സാക്ഷിയാകുവാൻ ഈ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പറയിൽ ഒരുങ്ങുന്നു വെക്കാൻ ഞാൻ സ്തോത്രം പറയുക. ആമേ. ഞാൻ വിശ്വസിക്കുന്ന ഉണർവ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന ഉണർവ്. അനുതാപത്തോടും കണ്ണുനീരോടും അസൂസ സ്ട്രീറ്റിലേക്ക് ആൾ ഓടി വന്നതുപോലെ ദൈവദാസന്മാരെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ ശുശ്രൂഷിച്ചാൽ മുട്ടുകുത്തുന്ന ഒരു കാലഘട്ടം. പ്രസംഗിച്ച് നിൽക്കാൻ അധികം സമയമില്ല. ദിനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കൈകൊടയുന്ന സമയങ്ങൾ. മാനസാന്തരത്തിന് ദൂത് കേൾക്കുമ്പോൾ ജനം പൊട്ടിക്കരയുന്ന, ഏറ്റു പറയുന്ന ഒരു നല്ല കാലം നമ്മുടെ മുമ്പിൽ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നവർ കരമെടുത്ത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നില്ല ദൈവദാസന്മാരെ? പ്രൈസ് ഗോഡ്. ആ ഒരു ഉണർവിന്റെ കാലഘട്ടം ദൈവം തരട്ടെ. ആ ഒരു പുതുക്കത്തിന്റെ കാലം തരട്ടെ. ഒരു മടങ്ങി വരുന്നതിന്, ഈ വാസ പ്രാർത്ഥനയിൽ ഒരു ആത്മീയ പുതുക്കത്തിന്, ഒരു ആത്മീയ ചലനത്തിന് ഈ രാത്രി തയ്യാറാകുന്നവർക്കായി ഞാൻ സ്തോത്രം പറയുക. പ്രാർത്ഥിക്കാം. അല്പനേരം പ്രാർത്ഥിക്കാം. ഗ്ലോറി. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, അവന്റെ പുനരുത്ഥാനത്തിന് ശക്തി അനുഭവിച്ചറിയും. വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നറിയേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വ്യാപാര ശക്തി വിശ്വാസികൾ മാത്രമല്ല, ക്രിസ്തു അനുഭവിച്ച ശക്തി. അങ്ങനെ അക്രിയവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു ദൈവശക്തിയാൽ വൻ പ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി എന്നേക്ക് സഹോദര സഹോദരി പ്രിയമുള്ളവരെ, ഈ മഹാശക്തി നിന്നിൽ വ്യാപരിക്കുകയാണ്, നിന്നെ ഒരുക്കുകയാണ്, ഒരു വലിയ മിനിസ്ട്രിക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഈ വാസ പ്രാർത്ഥന രൂപാന്തരത്തിന്റെ ആൾമാറുന്നൊരു അഭിഷേകമായി തീരട്ടെ. ശൗലിന്റെ മേലെ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അവൻ ആള് മാറി പ്രവചിച്ചു. യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ്, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ ആള് മാറി പ്രസംഗിച്ചത്. ഈ രാത്രി വാസ പ്രാർത്ഥനയിൽ ആൾ മാറുന്നൊരു ശുശ്രൂഷ. അല്പനേരം പ്രാർത്ഥിക്കാം. ശൗൽ മാസ്റ്ററോട് ദൈവാത്മ ഇടപെടുന്നത്, ഇനി കാലമില്ലയോ, ഇനി ഒരു ശുശ്രൂഷയ്ക്ക് ഇളവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നു. കുറിഞ്ഞിറങ്ങി കുറുമ്പാവിനെ പോലെ കാത്തിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മ പിന്നെ ശക്തി തരികയും, ചില തീരാത്ത വിഷയങ്ങൾ, അഴിയാത്ത വിഷയങ്ങൾ പരിഹരിക്കുവാൻ ആത്മാവിന്റെ ജ്ഞാനം തന്ന് ഐക്യപ്പെടുകയും അതിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. വിദൂരത്തുള്ള യാത്രകളും ശുശ്രൂഷകളും വെളിപ്പെട്ടു വരുന്ന കാലവും ദൈവം തരും.
തലമുറയുടെ മേൽ ക്രിയാത്മകമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ശുശ്രൂഷയുടെ പങ്ക് തലമുറ വഹിക്കുന്ന ഒരു നിയോഗം കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഭാഗ്യം തരുന്ന ഒരു നിയോഗം വെളിപ്പെടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ രാത്രി ആത്മാവ് ഒരുങ്ങട്ടെ, അതിനായി സമർപ്പിക്കട്ടെ. ആ കുടുങ്ങി നിറഞ്ഞ വിഷയങ്ങളിൽ മേൽ വിടുതൽ കാണുന്ന ദൈവാത്മ പകരുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ റമ റമാന ഹസിയ, യേശുവിന്റെ നാമത്തിൽ ബിജു മേമനയുടെ വൈഫിനോട് ദൈവാത്മം ഇടപെടുന്നത്. ആമേൻ. അതരക സന്തലേ ആമേൻ. ഓ ഒരു ആമേൻ ഒരു ഒരുങ്ങി വരുന്നത് പോലെ ഞാൻ നിന്നെ ഒരുക്കിയെടുക്കുന്ന അനുഭവം അപാരഹസ്യ ഒരു ശുശ്രൂഷയുടെ ഫലത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നു. നിനക്കെന്നിരിക്കുന്ന കഴിവ്, നിനക്കെന്നിരിക്കുന്ന ഭാഷ ദൈവ നിയോഗത്തിന്റെ ശുശ്രൂഷയ്ക്കായി നീ ഒരുക്കുക. നിഗളിച്ചു പോകാതിരിക്കുന്നെങ്കിൽ താഴ്ന്നോണ്ടിരിക്കുന്നെങ്കിൽ അനേകർക്ക് തണുപ്പാക്കി മാറ്റുന്ന ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ എല്ലാ ദിവസവും ഒരു പ്രത്യേക കൃപയ്ക്ക് വേണ്ടി നീ യാചിച്ചു കൊള്ളുക. ഒരു വിശേഷപ്പെട്ട അഭിഷേകത്തോട് നിന്റെ ശബ്ദം ദൈവത്തിന് പ്രയോജനം ചെയ്യുവാൻ. ചിലത് കേൾക്കുന്നതിനെല്ലാം മറുപടി കൊടുക്കാൻ പാടില്ല. ചില തെറ്റിദ്ധാരണകൾ വരുത്തി ഭിന്നിപ്പുണ്ടാക്കാൻ സാത്താൻ ശ്രമിക്കും. അതിനൊക്കെ വിവേചിച്ച് അതിന്റെ പരിജ്ഞാനത്തിൽ, അതിന്റെ ബുദ്ധിയിൽ, അതിന്റെ ശ്രേഷ്ഠതയിൽ നിന്നുകൊണ്ടാൽ എന്റെ ജനത്തെ ഞാൻ ദേശത്തും മാനിക്കും ദൈവം ഇടപെടുകയാണ്. ദൈവം വെളിപ്പെടുത്തുന്ന പുതിയ പുതിയ പാത്രങ്ങളെ എന്ന് പറഞ്ഞാൽ പുതിയതിനെ നേടിയെടുക്കുന്ന ഒരു പുതിയ പദ്ധതി വെളിപ്പെടും. നിന്റെ ജോലി മേഖലയിലും ദൈവകരം വെളിപ്പെടും. അതിന്റെ ശുശ്രൂഷാമണ്ഡലം വെളിപ്പെടും. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരു ശബ്ദമേറിയ അഭിഷേകത്തിനായി എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാടിന്റെ ചുരുൾ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന ഒരു അഭിഷേകത്തെ ഞാൻ കാണുന്നു. ആത്മാവ് ബലപ്പെടട്ടെ. ഒരു രോഗശാന്തിയുടെ അധികാരത്തിനായി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മ ഇടപെടുക. പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്വപ്നം, ദൈവത്തിന് സ്വപ്നം, ദൈവത്തിന് സ്വപ്നം. ഒരു പാട്ട് പാടുക. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾ തോറും എന്നെ നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ പാതകളിൽ ഒരു കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ കൂട്ടിനവൻ എന്റെ കൂടെ വരും കൂടാരമറവിലെന്നഭയം തരും. ആമേൻ. കൂട്ടിനവൻ എന്റെ കൂടെ വരും കൂടാരമറവിലെന്നഭയം തരും. നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു നാൾ തോറും വൻകൃപയാൽ എന്നെ നടത്തിടുന്നു. ആമേ. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസം അവൻ എനിക്കേകിടുന്നു. ആമേൻ. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസം അവൻ എനിക്കേകിടുന്നു. ആമേൻ. നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. ആമേൻ. നാൾ തോറും തൻ കൃപ എന്നെ നടത്തിടുന്നു. ശോധനയാൽ ഉള്ളം തകർന്നിടിലും വേദനയാൽ കണ്ണുകൾ നിറഞ്ഞിടിലും. ആമേൻ. ശോധനയാൽ ഉള്ളം തകർന്നിടിലും ആമേൻ. വേദനയാൽ കണ്ണുകൾ നിറഞ്ഞിടിലും. ആനന്ദമാം പരമാനന്ദമാം ആനന്ദ സന്തോഷത്തിൻ ജീവിതമാം. ആമേൻ. ആനന്ദമാം പരമാനന്ദമാം ആനന്ദ സന്തോഷത്തിൻ ജീവിതമാം എന്നെ നടത്തിടുന്നു. ആമേൻ. ദൈവം
എന്നെ നടത്തിയിടുന്നു നാൾതോറും വൻകൃപയാൽ എന്നെ നടത്തിയിടുന്നു ആമേൻ നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ ആമേൻ കൂരിരുൾ തിങ്ങിടും പാതകളിൽ എന്റെ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ കൂട്ടിനവൻ എന്റെ കൂടെ വരും കൂടാരമറവിൽ എന്ന ഭയം തരും ആമേൻ കൂട്ടിനവൻ എന്റെ കൂടെ വരും ആമേൻ കൂടാരമറവിൽ എന്ന ഭയം തരും ആമേൻ നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും വൻകൃപയാൽ എന്നെ നടത്തിയിടുന്നു ആമേൻ നാൾതോറും വൻകൃപയാൽ നടത്തിയിടുന്നു ആമേൻ ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ ആമേൻ ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ ആമേൻ ഭാരമില്ല എല്ലും ഭീതിയില്ല ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും ആമേൻ ഭാരമില്ല തെല്ലും ഭീതിയില്ല എന്റെ ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും വൻകൃപയാൽ എന്നെ നടത്തിയിടുന്നു ആമേൻ നാൾതോറും വൻകൃപയാൽ എന്നെ നടത്തിയിടുന്നു ആമേൻ നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും വൻകൃപയാൽ ഓ നാൾതോറും ആമേൻ നാൾതോറും വൻകൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾതോറും കൃപയാൽ എന്നെ നടത്തിയിടുന്നു ഹല്ലേലൂയ 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 ഓ ശുദ്ധനാമത്തിൽ ഹല്ലേലൂയ 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 ഓ ഈ ഭാഷാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ദൈവമേ ഹല്ലേലൂയ 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 ഓ കുരിരുൾ ചീടും പാതകളിൽ കൂട്ടായി കടന്നു വരുന്നവനായ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്ന ദൈവമേ ഹല്ലേലൂയ 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 ഓ അടിയങ്ങളുടെ രക്ഷയെ അടിയങ്ങളുടെ ഭാരയെ അടിയങ്ങളുടെ ഉറവിടമേ അടിയങ്ങളുടെ ആശ്വാസദായകനെ അടിയങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാഥാ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഓ കർത്താവേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്ന ദൈവമേ ഹല്ലേലൂയ 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 ആമേൻ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അണവട്ട ശക്തിയുടെ വ്യാപാരം ഈ വാസപ്രാർത്ഥനയുടനീളം വ്യാപരിക്കുന്നു. അത് കുടുംബങ്ങളിലെ വ്യാപരിക്കുന്നു, ശുശ്രൂഷകന്മാരിൽ വ്യാപരിക്കുന്നു. ആമേൻ. ഫാസ്റ്റിംഗ് നിറവേൽ വ്യാപരിക്കുന്നു. അത് പ്രത്യക്ഷമായി വെളിപ്പെടാൻ പോകുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം പറയുന്നു. സഭയിൽ വെച്ച് എല്ലാവർക്കും കർത്തദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാലേം ചർച്ചിന് വന്ദനം പറയുന്നു. അനുഗ്രഹിക്കുന്നു.